ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ കുവൈറ്റ്. അധ്യായം 29. പെണ്ണമ്മച്ചേട്ടത്തിയും ബാവച്ചനും വീട്ടിലെത്തി. അവനെ കണ്ടോ നീ? ജോസഫ് ചേട്ടൻ ചോദിച്ചു. പെണ്ണമ്മച്ചേട്ടത്തി പരവേശത്തോടെ കട്ടിലിലിരുന്നു. കണ്ടു. നമ്മുടെ മോനെ അവർ തല്ലിക്കൊല്ലാറാക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ദൈവമേ, ഞാനത് കാണാനാണോ പോയത്? ജോസഫ് ചേട്ടൻ്റെ മുഖത്ത് കഠിനമായ വ്യത ചുളിവുകൾ വീഴ്ത്തി. പോലീസ് ഇൻസ്പെക്ടറെ കണ്ടില്ലേ? അങ്ങേരെയും കണ്ടു. ഇനി ആരെ കണ്ടിട്ടെന്താ ഗുണം? അവന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി അവനെക്കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ കൊള്ളാവോ? അവൻ്റെ ചങ്കും കരളും അവർ ഇടിച്ചു കലക്കിയില്ലേ? മേരിയും കൊച്ചുറാണിയും വാതിൽക്കൽ കേട്ടു നിൽപ്പുണ്ട്. അയാൾ എന്തു പറഞ്ഞു? ജോസഫ് ചേട്ടൻ ചോദിച്ചു. കേസുണ്ടെന്ന്. കൊലപാതക ശ്രമം. പള്ളിയിൽ കയറി അക്രമവും നടത്തിയതിന്. ഇൻസ്പെക്ടർ പറഞ്ഞത് മുഴുവൻ പെണ്ണമ്മച്ചേട്ടത്തി വിവരിച്ചു. ജോസഫ് ചേട്ടൻ ഏറെ നേരം മൗനമായിരുന്നു. തിങ്കളാഴ്ച കോടതിയിൽ പോകാനും വക്കീലിനെ കാണാനും ജാമ്യത്തിലിറക്കാനുമൊക്കെ ആരാ ഉള്ളത്? അയാൾ ആത്മഗതമെന്നവണ്ണം പറഞ്ഞു. ആരെങ്കിലും ഉണ്ടാകാതെ പറ്റുകയല്ലോ. പെണ്ണമ്മച്ചേട്ടത്തി പറഞ്ഞു. അവർക്കും അറിയില്ല ആരെ കാണണമെന്നും എന്തു ചെയ്യണമെന്നും. ഒരാപത്ത് വന്നപ്പോൾ ഉപദേശിക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ല. പെണ്ണമ്മച്ചേട്ടത്തി വേഷം മാറാൻ വേണ്ടി അപ്പുറത്തെ മുറിയിലേക്ക് പോയി. നിലത്തു വിരിച്ച പായന്മേൽ കാൽമുട്ടുകൾ മടക്കിവെച്ച് ചുമരും ചാരി സെലിൻ ഇരിപ്പുണ്ട്. മുടി അഴിഞ്ഞുലഞ്ഞ് തോളിലും മാറിലും ചിതറിക്കിടക്കുന്നു. മുഖം കുനിച്ചാണിരിപ്പ്. ഈയിടെയായി സെലിൻ പുറത്തിറങ്ങാറേയില്ല. എല്ലായ്പ്പോഴും ഇതേ ഇരിപ്പ് തന്നെ. നാണക്കേട് കാരണം പുറത്തിറങ്ങാനും വയ്യ. വയർ തിരിച്ചറിയാമെന്നായിരിക്കുന്നു. സെലിനെ കണ്ടപ്പോൾ പെണ്ണമ്മച്ചേട്ടത്തിക്ക് എന്തെന്നില്ലാത്ത അമർഷം തോന്നി. അല്ലെങ്കിൽ തന്നെ അവളുടെ വീർത്തു വരുന്ന വയർ കാണുമ്പോൾ കലി ഇളകിപ്പോകും. നിനക്കിപ്പം തൃപ്തിയായില്ലേടി? പെണ്ണമ്മച്ചേടത്തി ഉള്ളിലെ വിഷമം ഒതുക്കാനാവാതെ പറഞ്ഞു. അവനെ കൊലയ്ക്ക് കൊടുത്തില്ലേ? നീ ഒറ്റയൊരുത്തിയല്ലേടി സകല നാശത്തിനും കാരണം? സെലിൻ ഒന്നും മിണ്ടിയില്ല. മുഖമുയർത്തിയതുമില്ല. അമ്മേ, മേരി പെട്ടെന്ന് മുറിയിലേക്ക് വന്നു. ഈ അമ്മയ്ക്ക് മിണ്ടാതിരുന്നുകൂടെ? ഞാൻ പറഞ്ഞതാണോടി കുറ്റം? പെണ്ണമ്മേ, ജോസഫ് ചേട്ടൻ്റെ വിളിയൊച്ച. അവർ വാതിൽക്കൽ തലകാട്ടി. ഈ വീട്ടിൽ ആരെയും കുറ്റം പറയണ്ട, മനസ്സിലായോ? ആരും അത്ര മിടുക്കരൊന്നുമല്ല. ജോസഫ് ചേട്ടൻ രോഷത്തോടെയാണ് പറഞ്ഞത്. പുന്നാരം മോളെ കുറ്റം പറഞ്ഞത് അതിയാനും പിടിച്ചില്ല. പെണ്ണമ്മച്ചേടത്തി തന്നെത്താൻ പിറുപിറുത്തുകൊണ്ട് വേഷം മാറാനായി പോന്നു. രാത്രി കുഞ്ഞുണർന്ന് കരഞ്ഞപ്പോൾ മേരി എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി. സെലിൻ അപ്പോഴും ചുമർചാരി ഇരിക്കുന്നത് കണ്ടു. ഈ പെണ്ണിന് ഉറക്കമില്ലേ എന്ന് മേരി ആശ്ചര്യപ്പെട്ടു. ഇവൾ എത്ര മാറിപ്പോയിരിക്കുന്നു. കളിയും ചിരിയും ഒരു ഉല്ലാസപ്പറവയെപ്പോലെ നടന്ന പെണ്ണ്. മേരി കുഞ്ഞിനെ തട്ടിത്തലോടി ഉറക്കി. എന്നിട്ട് സെലിൻ്റെ അടുത്ത് ചെന്നു. നീ ഉറങ്ങുന്നില്ലേ സെലി? അവൾ ഉദാസീനമായി മൂളി. മേരി അവളുടെ കൈ പിടിച്ച് മടിയിൽ വെച്ചു. മനോവിഷമം കൊണ്ടാണോ നീ ഉറങ്ങാത്തത്? വെറുതെ ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ടിട്ടെന്താ കാര്യം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? നീ വിഷമിക്കണ്ട മോളെ. നിന്നോട് ഇവിടെ ആർക്കും ഒരു സ്നേഹക്കുറവുമില്ല. പിന്നെ ഉള്ളിലെ വേദന താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുന്നൂന്ന് മാത്രം. ഇന്ന് അമ്മ പറഞ്ഞതും നീ അതുപോലെ കരുതിയാൽ മതി. ആർക്കുമില്ല നിന്നോട് വെറുപ്പ്. അതാ ചേച്ചി എൻ്റെ സങ്കടം. എല്ലാവരും എന്നെ വെറുത്തിരുന്നെങ്കിൽ, ശപിച്ചിരുന്നെങ്കിൽ. നീ ഒന്നും ഓർക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. മേരി തന്നെ അവളെ പിടിച്ചു കിടത്തി. വിളക്കണച്ചിട്ട് മേരിയും കിടന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും സെലിന് ഉറക്കം വന്നില്ല. ഇടിനാദം പോലെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഓരോ ഭയങ്കര ചിന്തകൾ അവളുടെ മനസ്സിൽ പൊട്ടിമുളച്ചു. അവയ്ക്കെല്ലാം മരണത്തിൻ്റെ നിറം, മരണത്തിൻ്റെ തണുപ്പും വഴുവഴുപ്പും, മരണത്തിൻ്റെ പരിവേഷം. മരണനദിയുടെ ഏകാന്തവും ഇരുണ്ടതുമായ കരയിലൂടെ താൻ ഒറ്റയ്ക്ക് യാത്ര പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. ഒരർത്ഥവുമില്ലാത്ത യാത്ര. ഇനി ജീവിതത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിൽ ഒരു കഴമ്പുമില്ല. അമ്മ ഇന്ന് വെറുതെ പറഞ്ഞതല്ല. ഉള്ളിൽ അമർഷവും വേദനയുമുണ്ട്. താനാണിതിനെല്ലാം ഉത്തരവാദിയെന്ന് വീട്ടിലെല്ലാവർക്കും അറിയാം. മനസ്സിലുണ്ടെങ്കിലും തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. അപമാനവും കുത്തുവാക്കുകളുമല്ലാതെ ഇനി ഒന്നും നേടാനില്ല. താനൊരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പനില്ലാത്തവനായി. കുടുംബത്തിൻ്റെ അപമാനവും ശാപവുമായി അത് വളർന്നു വരും. തൻ്റെ അനുജത്തിമാരുടെയും ആങ്ങളന്മാരുടെയും ഭാവിയിൽ അത് കരിനിഴൽ വീഴ്ത്തും. വേണ്ട, ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കുറെ വൈകിപ്പോയി. ഇനിയെങ്കിലും അമാന്തിച്ചുകൂടാ. മരണത്തെ എന്നും പേടിച്ചിരുന്നതാണ്. യൗവനദശയിൽ മരിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഭയമായിരുന്നു. ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ സങ്കല്പങ്ങളുണ്ടായിരുന്നു. സ്നേഹിക്കാൻ ഒരു പുരുഷൻ, മക്കൾ, സന്തോഷപ്രദമായ ദാമ്പത്യം, മക്കളുടെ മക്കൾ.
അങ്ങനെ ഭൂമിയിലെ ആനന്ദമെല്ലാം അനുഭവിച്ച് കടമകളെല്ലാം തീർത്ത് വൃദ്ധയായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്നൊരു നാൾ മരിക്കുക, അതെല്ലാം പോയില്ലേ? എന്നാലും ഇത്ര ചെറുപ്പത്തിലെ മരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലെങ്കിലും കരുതിയിരുന്നോ? എല്ലാം തന്നെത്താൻ വരുത്തിവെച്ചതാണ്. ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട ഒരേയൊരവസരം ക്ഷമയോടെ വിനിയോഗിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. താനത് എന്നേക്കുമായി നഷ്ടമാക്കുകയാണ്. വേറൊരു വഴിയുമില്ലല്ലോ. ഇനിയൊരിക്കലും ഈ ഭൂമിയിൽ തെറ്റുകൾ തിരുത്തി സന്തോഷമായി ജീവിക്കാൻ ഒരവസരം കൂടി കിട്ടുകയില്ലല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു നടുക്കം. എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോകണം. സ്നേഹനിധികളായ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയുമെല്ലാം. ദൈവമേ, മരണം എത്ര കഠിനം! എന്നാലും പോകാതെ വയ്യ. എത്രയോ പേർ നന്നേ ചെറുപ്പത്തിൽ മരിക്കുന്നു. കഴിഞ്ഞ 4-5 മാസങ്ങളിൽ മാത്രമേ താൻ ദുഃഖം അനുഭവിച്ചിട്ടുള്ളൂ. അതിനു മുൻപ് തനിക്കൊരു നല്ല കാലമുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും നാളുകൾ. ബാല്യമായിരുന്നു ഏറ്റവും നന്ന്. എത്ര കൂട്ടുകാർ, എന്തെല്ലാം കളികൾ, എന്തുമാത്രം പിണക്കങ്ങൾ, ഇണക്കങ്ങൾ. ഒരുപാട് സന്തോഷിച്ചിട്ടില്ലേ? ജോണിനെ സ്നേഹിച്ചതും മനസ്സും ശരീരവും പങ്കുവച്ചതും ഹ്രസ്വമായ കാലയളവായിരുന്നുവെങ്കിലും ത്രസിപ്പിക്കുന്നതും ആനന്ദാനുഭൂതികൾ നിറഞ്ഞതുമായിരുന്നു. അതെ സെലിൻ, നീ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. മരിക്കേണ്ടി വരുന്നതിൽ ഒട്ടും സങ്കടപ്പെടേണ്ട. അവൾ തന്നെത്താൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലും ജോൺ തന്നെ തള്ളിപ്പറഞ്ഞുവല്ലോ. എന്തുമാത്രം സ്നേഹിച്ചിരുന്നതാണ്. ഇങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ? പൊന്നും പണവും എൻ്റെ ജീവനേക്കാൾ, എൻ്റെ വയറ്റിൽ വളരുന്ന ഒരു കുരുന്നിനേക്കാൾ വിലപ്പെട്ടതാണോ? എങ്ങനെ ജോണിന് എന്നെ തള്ളിപ്പറയാൻ സാധിച്ചു? അയാളുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിച്ചു? അവൾ ഒരു ബാലികയെപ്പോലെ ആശ്ചര്യപ്പെട്ടു. എല്ലാവരും തൻ്റെ വയറിലേക്ക് അമർഷത്തോടും ഭീതിയോടും കൂടിയാണ് നോക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞല്ലേ അതിനുള്ളിൽ. ജോൺ തന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലോ? ഇതേ വയറിലേക്ക് എല്ലാവരും സന്തോഷത്തോടെയല്ലേ നോക്കൂ. ഈ വയറ്റിലുള്ള കുഞ്ഞ് കരുത്തോടെ വളരാനും അതിന് കേടുവരാതിരിക്കാനും എന്തെല്ലാം നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. ഗർഭിണിയായ തൻ്റെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി തൻ്റെ ഭക്ഷണത്തിലും വിശ്രമത്തിലും വ്യായാമത്തിലും എന്തെല്ലാം ചിട്ടകൾ വരുത്തുമായിരുന്നു. അമ്മയും മേരി ചേച്ചിയുമൊക്കെ തന്നെ പരിചരിക്കുന്നതിൽ എന്തുമാത്രം ശുഷ്കാന്തി പ്രകടിപ്പിക്കുമായിരുന്നു. അതേ സെലിൻ തന്നെയാണ് ഞാൻ. അതേ കുഞ്ഞു തന്നെയാണ് എൻ്റെ ഉദരത്തിൽ. ഒരേയൊരു വ്യത്യാസം മാത്രം. ജോൺ എൻ്റെ കഴുത്തിൽ താലിച്ചരട് കെട്ടിയില്ല. അവന് കൊടുക്കാൻ പൊന്നും പണവും ഉണ്ടായില്ല. സെലിന് ചിരി വന്നു. ഇങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കുന്നതും ഇല്ലാതാകുന്നതും. ഇങ്ങനെയാണ് മനുഷ്യർ പരസ്പരം വിലമതിക്കുന്നതും അവമതിക്കുന്നതും. ചിരിക്കുക തന്നെ. അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു. ചിരിയുടെ ഒടുക്കം കരഞ്ഞു, ശബ്ദമില്ലാതെ. തേങ്ങലടക്കിപ്പിടിച്ച് ദീനം. ഞായറാഴ്ച വൈകുന്നേരം ബെറ്റിയും വാവച്ചനും കൊച്ചുറാണിയും 4 മണിക്കുള്ള കുർബാനയ്ക്ക് പോകാനൊരുങ്ങുകയാണ്. മേരിയും പെണ്ണമ്മച്ചേടത്തിയും രാവിലെ പള്ളിയിൽ പോയിരുന്നു. പെണ്ണമ്മച്ചേടത്തി ജോസഫ് ചേട്ടൻ്റെ മുറിയിൽ ചെന്നു. ഞാൻ ജോർജ് കുട്ടിയുടെ വീട് വരെ ഒന്ന് പോകുക. എന്തിന്? അവൻ തിരുവനന്തപുരത്തു നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ജോസൂട്ടിയെ ജാമ്യത്തിലിറക്കണ്ടേ? ജോർജ് കുട്ടി സഹായിക്കാതിരിക്കോ? അമ്മ പോകാനൊരുങ്ങുന്നത് കണ്ടപ്പോൾ മേരി പറഞ്ഞു, ഞാനും കൂടെ വരാം അമ്മേ. ഇപ്പോഴാണെങ്കിൽ കൊച്ചു കിടന്നുറക്കമ്മ. ഇടയ്ക്കുണർന്നാലോ? സെലിനല്ലേ ഇവിടെ ഉള്ളത്? നീ ഇപ്പം എന്തിനാ എൻ്റെ കൂടെ വരുന്നേ? അമ്മയ്ക്ക് വേണ്ട പോലെ പറയാനൊന്നും അറിയത്തില്ല. വെട്ടൊന്ന് മുറി 2 അമ്മയുടെ രീതി. ഞാനും കൂടെ കാര്യമായിട്ട് പറഞ്ഞു നോക്കാം. പെണ്ണമ്മച്ചേടത്തിയോടൊപ്പം മേരിയും പോകാനിറങ്ങി. കൊച്ചു കരഞ്ഞെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ സെലി. തിണ്ണയിൽ നിന്ന് അവൾ വിളിച്ചു പറയുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ കൊച്ചുറാണിയും വാവച്ചനും ബെറ്റിയും കൂടി പള്ളിയിലേക്ക് തിരിച്ചു. ജോസഫ് ചേട്ടൻ സെലിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവളെ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായെന്ന് തോന്നി. വാസ്തവത്തിൽ ഈ വീട്ടിൽ ഏറ്റവും വേദന അനുഭവിക്കുന്നവൾ, ഏറ്റവും അനാഥത്വം അനുഭവിക്കുന്നവൾ സെലീനാണെന്ന് അയാൾക്കറിയാം. ഏറ്റവും ശ്രദ്ധയും പരിചരണവും സ്നേഹവും ആവശ്യമുള്ളത് അവൾക്കാണ്. പക്ഷേ അവളുടെ വേദന കാണാൻ ആരുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ജോസഫ് ചേട്ടന് മകളെ ഒന്ന് കാണണമെന്ന് തോന്നി. മോളെ, സെലി, മോളെ, അയാൾ വിളിച്ചു. അകത്ത് കാലൊച്ച കേൾക്കായി. സെലിൻ വന്നു. അവളുടെ മുഖം കണ്ടിട്ട് അയാൾക്ക് ആശങ്ക തോന്നി. വല്ലാതെ ഇരുണ്ടിരിക്കുന്നു, കല്ലിച്ചിരിക്കുന്നു. ചാച്ചൻ വിളിച്ചായിരുന്നോ? നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതാ. സെലിൻ അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. നിന്നെ വെളിയിലോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. നീ എപ്പോഴും മുറിക്കകത്തു തന്നെ ഇരിപ്പാണോ? സെലിൻ മൗനമായി നിന്നു. ഇവിടെ ഇരുന്നോ മോളെ, ചാച്ചൻ്റെ അടുത്ത്. സെലിൻ കട്ടിലിലിരുന്നു. അയാൾ അവളുടെ തോളിൽ പിടിച്ചു.
നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. ഈ വീട്ടിലാർക്കും മോളോട് വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല. എൻ്റെ മോൾക്ക് ഒരബദ്ധം പറ്റി. തെറ്റുപറ്റാത്തവരാരാ ഭൂമിയിൽ? സെലിൻ അപ്പോഴും മൗനമായിരുന്നു. ഈ കുടുംബത്തിന് അപമാനം വരുത്തിവെച്ചല്ലോ എന്നൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കും. അത് ഈ വീട്ടിൽ തന്നെ വളരും. മേരിയുടെ കുഞ്ഞിനെ പോലെ, എൻ്റെ മക്കളെ പോലെ. യാതൊരു തിരിച്ചു വ്യത്യാസവും ആരും കാണിക്കുകയല്ല. ഭൂമിയിൽ ഇങ്ങനൊരു ഏർപ്പാട് ഇതാദ്യമായിട്ടാ. നന്നായി. മോള് സമാധാനമായിട്ടിരിക്കുക. നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും. സെലിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ അടർന്നു വീണു. അവളുടെ കൈകൾ മെല്ലെ വിറച്ചുകൊണ്ടിരുന്നു. സെലിൻ എഴുന്നേറ്റു. ചാച്ചന് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തു തരണോ? ഒന്നും വേണ്ട. എന്നാൽ പോയിക്കോട്ടെ. ജോസഫ് ചേട്ടൻ മൂളി. സെലിൻ അപ്പുറത്തെ മുറിയിലേക്ക് പോയപ്പോഴും ജോസഫ് ചേട്ടന് യാതൊരു ദുശങ്കയും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞ് ഓക്കാനിക്കുന്നത് പോലെ ഒരൊച്ച കേട്ടു. അയാളത് കാര്യമാക്കിയില്ല. അല്പനേരത്തിന് ശേഷം വായടച്ചു വെച്ച് കന്നമർന്ന പോലെ ഒരലർച്ച കേട്ടു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കപ്പെട്ട് ആരോ ഓടുന്ന കാലൊച്ചയും. ഇടയ്ക്ക് തലയോ കൈകാലുകളോ മൺഭിത്തിയിലടിക്കുന്നുമുണ്ട്. വീണ്ടും അമർന്ന സ്വരം. ജോസഫ് ചേട്ടൻ അമ്പരന്നു. അയാൾക്ക് ആപശ്ചങ്ക തോന്നി. മോളെ, സെലി. അയാൾ ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. സെലി, മോളെ, സെലി. നിശബ്ദത. പിന്നെ തറയിലൊരു മനുഷ്യ ശരീരം പിടഞ്ഞടിക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു തുടങ്ങി. ശ്വാസം കിട്ടാത്ത വിധം കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നത് പോലത്തെ ഞരക്കവും കേട്ടു. പിടച്ചിലിന് ശക്തി കൂടി. മോളെ, സെലി. ജോസഫ് ചേട്ടൻ അലറി വിളിച്ചു. അയാൾ അപകടം മണത്തു കഴിഞ്ഞിരുന്നു. എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. നട്ടെല്ല് ഒന്നുകൂടി പൊട്ടിയതുപോലെ തോന്നി. ഇല്ല, എഴുന്നേൽക്കാൻ വയ്യ. മേരിയുടെ കുഞ്ഞുണർന്നു കരയുന്നു. പേടിച്ചിട്ടെന്ന പോലെ അലറി കരയുകയാണ്. ഇവിടെ ആരുമില്ലേ? എൻ്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് ഓടിവായോ? ജോസഫ് ചേട്ടൻ സഹായത്തിനു വേണ്ടി വിളിച്ചലറിക്കൊണ്ടിരുന്നു. അധ്യായം 30. പാപ്പിച്ചേട്ടനും വർക്കിച്ചനുമാണ് ആദ്യം ഓടിയെത്തിയത്. പിറകെ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളും വന്നു. അടുത്തുള്ള വീടുകളിൽ നിന്ന് പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരുന്നു. പെണ്ണമ്മച്ചേടത്തിയും മേരിയും ജോർജ് കുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോർജ് കുട്ടിയാണ് ആദ്യം കണ്ടത്. കല്ലുങ്കൽ വീട്ടിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നു. ആരുടെയോ നിലവിളി കേൾക്കാനുണ്ട്. നിങ്ങളുടെ വീട്ടിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അയാൾ ചാടി എഴുന്നേറ്റു. പെണ്ണമ്മച്ചേടത്തിയും മേരിയും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ജോർജ് കുട്ടി കല്ലുങ്കൽ വീട്ടിലേക്ക് ഓടി. പെണ്ണമ്മച്ചേടത്തിയും മേരിയും ചെല്ലുമ്പോൾ ആളുകൾ സെലീനെ താങ്ങിയെടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി കഴിഞ്ഞിരുന്നു. ജോർജ് കുട്ടി കൂടി ഓട്ടോയിൽ കയറി. അത് ആശുപത്രിയെ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. അപ്പോഴും പെണ്ണമ്മച്ചേടത്തിക്കോ മേരിക്കോ സംഭവിച്ചതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല. പാപ്പിച്ചേട്ടനാണ് പറഞ്ഞത്. നിങ്ങളുടെ സെലീൻ ഏതാണ്ട് വിഷമെടുത്ത് കുടിച്ചു. ജോസഫിൻ്റെ നിലവിളി കേട്ട് ഞാൻ ഓടി വന്നപ്പം മുറിയിൽ കിടന്ന് തല്ലിപ്പടയ്ക്കുന്നു. വർക്കിച്ചന ഓടിപ്പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നേ. ഇത്രയും കേട്ട പെണ്ണമ്മച്ചേടത്തി അലമുറയിട്ട് കരഞ്ഞു തുടങ്ങി. മേരിയുടെ കുഞ്ഞ് ജോസഫ് ചേട്ടൻ്റെ മുറിയിൽ നിന്ന് കരയുന്നുണ്ട്. മേരി വീട്ടിനകത്ത് കയറി. എല്ലായിടത്തും വിഷദ്രാവകത്തിൻ്റെ രൂക്ഷഗന്ധം. ചാച്ചാ, മേരി കരഞ്ഞുപോയി. അവൾക്ക് ജീവനുണ്ടോ മോളെ? ആശുപത്രിയിൽ കൊണ്ടുപോയോ? ആരാ കൂടെ പോയേ? ദൈവമേ, എനിക്കിവിടുന്ന് എഴുന്നേൽക്കാൻ മേലാതായി പോയല്ലോ. എൻ്റെ കുഞ്ഞ് മരണപരവേശം എടുത്തപ്പം ഒന്ന് ഓടിച്ചെല്ലാൻ പോലും. ജോസഫ് ചേട്ടൻ നിലവിളിക്കും പോലെ പറഞ്ഞു. അയാളുടെ മുഖം വെട്ടിവിറച്ചുകൊണ്ടിരുന്നു. പോയ വഴിക്ക് ജോർജ് കുട്ടി പറഞ്ഞു വിട്ടതനുസരിച്ച് ഒരു ഓട്ടോറിക്ഷ കൂടി വന്നു. പെണ്ണമ്മച്ചേടത്തിയും മേരിയും അതിൽ കയറി. മുൻപിൽ ഡ്രൈവറോടൊപ്പം പാപ്പിച്ചേട്ടനും ഇരുന്നു. ഓട്ടോറിക്ഷ നീങ്ങി. സെലീനെയും കയറ്റിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ ആശുപത്രിയോടടുത്തിരുന്നു. സെലിൻ ഇടയ്ക്കിടെ ഞരങ്ങുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് അവളുടെ ഉടൽ വെട്ടിപ്പിടഞ്ഞു. ജോർജ് കുട്ടി അവളെ മുറുകെ പിടിച്ചു. തീരെ ദുർബലമായ ഏതാനും പിടച്ചിലുകൾ. ഒടുവിൽ അത് നിലച്ചു. എത്രയും വേഗം ഡ്രൈവറും അയാളും കൂടി സെലീനെ താങ്ങിയെടുത്ത് കാഷ്വാലിറ്റിയിലെത്തിച്ചു. ഡോക്ടർമാർ അവളെ പരിശോധിച്ചു. ഹൃദയമിടിപ്പ് നിലച്ചിരുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി പൾസ് വീണ്ടെടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അത് വിഫലമായി. മരിച്ചു. ഡോക്ടർ ജോർജ് കുട്ടിയെ അറിയിച്ചു. കല്ലുങ്കൽ വീട്ടിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. വീട്ടിനുള്ളിൽ നിന്നും കൂട്ടക്കരച്ചിൽ ഉയർന്നുകൊണ്ടിരുന്നു. സെലിൻ്റെ ശവശരീരം കൊണ്ടുവന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെയെ വിട്ടുകിട്ടു. നാട്ടുകാരിൽ ചിലർ 2 പെട്രോമാക്സ് വിളക്കുകൾ കത്തിച്ച് തിണ്ണയിൽ വെച്ചു. 8 മണിക്ക് പോലീസ് എത്തി. അവർ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമായി. കരയാനല്ലാതെ ആർക്കും ഒന്നും കഴിയുന്നില്ല. ആദ്യം നിലവിളി കേട്ട് ഓടി വന്ന പാപ്പിച്ചേട്ടനും വർക്കിച്ചനും അവർ കണ്ടതുപോലെ പറഞ്ഞു. സെലിൻ കിടന്നിരുന്ന മുറിയിലെ ഡെസ്കിന് പുറത്തുനിന്നും അവൾ എഴുതി വച്ചിരുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. അതിൽ ഒട്ടും വടിവില്ലാത്ത അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു:
ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എൻ്റെ മരണത്തിൽ ഈ വീട്ടിലുള്ള ആർക്കും യാതൊരു ഉത്തരവാദിത്വവുമില്ല. എൻ്റെ മരണത്തിന് ആരെങ്കിലും കാരണമായി തീർന്നെങ്കിൽ അത് എന്നെ സ്നേഹിക്കുകയും ഗർഭിണിയാക്കിയ ശേഷം ഉപേക്ഷിക്കുകയും ചെയ്ത കൊച്ചുപറമ്പിൽ ജോൺ മാത്രമാണ്. എങ്കിലും മരിക്കാൻ തീരുമാനിച്ച ഈ സമയത്ത് അയാളോടും ഞാൻ ക്ഷമിക്കുന്നു. പോലീസിനോട് ഒരപേക്ഷ. ഈ ലോകത്ത് മാന്യമായി ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നതിനാലാണ് ഞാൻ മരണം തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തെ ശല്യപ്പെടുത്തരുത്, കൂടുതൽ വേദനിപ്പിക്കരുത്. ഞങ്ങൾ പാവങ്ങളാണ് എന്ന് സെലിൻ. ഒപ്പും തീയതിയും ഇടാൻ പോലും അവൾ മറന്നിരുന്നില്ല. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കൊന്നും മുതിർന്നില്ല. കത്തിലേത് സെലിൻ്റെ കൈപ്പട തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. SIക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജോർജ് കുട്ടി കുറേ പണം സംഘടിപ്പിച്ച് SIക്ക് കൊടുത്തു. പാവങ്ങളവര്, വല്ലാതെ തകർന്നിരിക്കുക. കൂടുതൽ ഉപദ്രവിക്കല്ലേ. എനിക്കറിയാം. SI ആ പണം നിരസിച്ചു. ആ തള്ള മിനിഞ്ഞാന്ന് സ്റ്റേഷനിൽ വന്ന് എല്ലാം പറഞ്ഞിരുന്നു. ഞങ്ങളിനി വല്ലതും ചെയ്യണോ സാർ? മരിച്ച പെങ്കൊച്ചിൻ്റെ ആങ്ങള ഞങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? അവനെ വിവരം അറിയിക്കണ്ടേ? അവനെ വിട്ടയക്കാൻ പറ്റില്ലെങ്കിൽ അറിയിക്കേണ്ട സാർ. വെറുതെ ലോക്കപ്പിനകത്ത് കിടന്ന് നെഞ്ചു നീട്ടുന്നതെന്തിനാ? കോടതിയിൽ ഹാജരാക്കാതെ അവനെ വിട്ടയക്കാൻ ഒക്കില്ലല്ലോ. പെങ്ങളും മരിച്ച ആദിക്ക് അവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഞങ്ങൾ പിന്നെയും തൂങ്ങേണ്ടി വരും. പെറ്റീഷൻ പിൻവലിച്ചാൽ അവനെ വിട്ടയക്കാൻ ഒക്കില്ലേ? വാദികൾ പെറ്റീഷൻ പിൻവലിക്കണ്ടേ? സാർ ഇക്കാര്യത്തിൽ ഒരു മനസാക്ഷി വെച്ച് ഈ കുടുംബത്തെ സഹായിക്കണം. SI സെലീൻ എഴുതിയ കത്തിലേക്ക് നോക്കി. ഞാനൊന്ന് ശ്രമിക്കട്ടെ. വരൂ, ജോണിൻ്റെ വീട് വരെ പോകാം. പോലീസ് ജീപ്പ് ജോണിൻ്റെ വീട്ടിലേക്ക് പോയി. മുറ്റത്ത് ജീപ്പ് നിർത്തിയിട്ട് SIയും ജോർജ് കുട്ടിയും ഇറങ്ങിച്ചെന്നു. ജോണും അയാളുടെ ചേട്ടനും അപ്പനും വീട്ടിലുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ജോണിനെ വിളിച്ചു പറഞ്ഞു, സെലിൻ ആത്മഹത്യ ചെയ്തു. അറിഞ്ഞോ? അറിഞ്ഞു. അയാൾ വിളർച്ചയോടെ പറഞ്ഞു. ഇനിയെങ്കിലും സത്യം പറയടാ നായിൻ്റെ മോനെ. നീയല്ലേടാ അവളെ ഗർഭിണിയാക്കിയത്? ഞാനല്ല. നായിൻ്റെ മോനെ, അവൾ ചാവാൻ നേരത്തെഴുതിയ കത്താണടാ ഇത്. വായിച്ചു നോക്കടാ. SI അയാളുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോടാ, നീയാണ് അവളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന്. കയറട വണ്ടിയിലോട്ട്. സ്റ്റേഷനിൽ ചെന്നിട്ട് നിന്നെക്കൊണ്ട് ഞാൻ പറയിച്ചോളാം. SI അയാളുടെ കഴുത്തിന് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. സാറേ, ചത്തവള് വല്ലതും എഴുതി വെച്ചേന് എൻ്റെ മോനെ എന്തിന്? പോടോ, ചത്തവളല്ലടോ, ജീവിച്ചിരുന്നവളാ എഴുതിയത്. തനിക്കും ലോക്കപ്പിൽ കയറണോ? ജോണിൻ്റെ അപ്പൻ നാവടക്കി. കയറട വണ്ടിയിലോട്ട്. SI വീണ്ടും ജോണിനെ തള്ളി. സർ, സത്യം ഞാൻ പറയാം. പറയടാ. ഞാൻ തന്നെയാണ് സർ. SI മുഖമടച്ച് ഒരെണ്ണം കൂടി കൊടുത്തു. കീഴ്വയറ്റിലൊരു ചവിട്ടും ചവിട്ടി. ജോൺ നാഭി പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തിരുന്ന് ഞരങ്ങി. മക്കളുണ്ടാവുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അല്ലേടാ? അവൾ ചത്തല്ലോ. സത്യം പറഞ്ഞാലും പേടിക്കണ്ടല്ലോ അല്ലേടാ റാസ്കൽ? സർ, എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിക്കാനോ? സെലിൻ്റെ മരണത്തിന് നീ ഉത്തരം പറയണമെടാ. നിന്നെക്കൊണ്ട് പറയിക്കും. സംഗതി വഷളാകുമെന്ന് കണ്ടപ്പോൾ ജോണിൻ്റെ അപ്പനും അമ്മയും SIയോട് കെഞ്ചി. ഞങ്ങളുടെ മോനെ ഉപദ്രവിക്കില്ലേ സർ? SI അല്പം ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം. ഇന്നിവനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. പകരം കല്ലുങ്കലെ ജോണിനെതിരെ നിങ്ങൾ തന്ന പരാതി പിൻവലിച്ചതായിട്ട് എഴുതി ഒപ്പിട്ടതാ. നിങ്ങളുടെ പരാതി പിൻവലിച്ചാലേ അവനെ വിടാനൊക്കൂ. അടക്കുന്നതിന് മുൻപ് പെങ്ങളുടെ ശവമെങ്കിലും അവനൊന്ന് കണ്ടോട്ടെ. അതിനൊരവസരം കൊടുക്കടാ, നെറികെട്ടവനെ. ജോണിൻ്റെ വീട്ടുകാർ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. സ്റ്റേഷനിലോട്ട് വന്ന് എഴുതി ഒപ്പിട്ട് തരണം. ഇവിടെ വെച്ച് പോരെ സർ? പോരാ. എന്താടാ ഇത്ര ഉരുക്കം? ഒരു പെണ്ണിൻ്റെ ജീവിതം പെലയാട്ടിക്കളഞ്ഞില്ലേടാ തന്തയ്ക്ക് പിറക്കാത്തവനെ നീ. ജോൺ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. ഒപ്പം ജോണിൻ്റെ അപ്പനും ഇറങ്ങി. പോലീസ് ജീപ്പ് പിന്നെയും ഓടി. നേരെ പള്ളിയിലേക്ക്. SI അച്ഛനെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. അച്ഛൻ കൊടുത്ത പരാതി പിൻവലിക്കണം. എന്നാലേ ജോസിനെ വിടാനൊക്കൂ. ജോൺ കൊടുത്ത പരാതി പിൻവലിച്ചുവെന്ന് അറിയിക്കുകയും ചെയ്തു. തെല്ലുനേരം ചിന്തിച്ചിരുന്ന ശേഷം അച്ഛൻ പറഞ്ഞു, ഞാൻ രാവിലെ പറയാം. ഇടവകക്കാരോട് ഒന്ന് ആലോചിക്കണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൂടാ. രാവിലെ എപ്പോഴറിയാൻ പറ്റും? 10 മണിക്ക് മുൻപ് അറിയിക്കാം. സംഗതി ഒടുവിൽ നടക്കാതെ വരുമോ? ജോർജ് കുട്ടി ചോദിച്ചു. അക്കാര്യത്തിൽ പേടി വേണ്ട. ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും അവരോട് ആലോചിക്കേണ്ട കടമ എനിക്കുണ്ട്. പള്ളിയിൽ നിന്നും മടങ്ങുമ്പോൾ SI ജോർജ് കുട്ടിയോട് ചോദിച്ചു, അവനെ വിവരമറിയിക്കണ്ടേ? വേണം. താൻ ചെന്ന് പറ. ഇതൊക്കെ നയത്തിലല്ലേ പറഞ്ഞറിയിക്കേണ്ടത്? ഞങ്ങൾ പോലീസുകാർ പറഞ്ഞാൽ ഒരു മയവും കാണുകയല്ല. എനിക്ക് ഈ അവസ്ഥയിൽ അവനെ ഫേസ് ചെയ്യാൻ വയ്യ സാർ. ജോർജ് കുട്ടിയെ കവലയിലിറക്കിയ ശേഷം ജീപ്പ് സ്റ്റേഷനിലേക്ക് പോയി. ലോക്കപ്പിന് മുൻപിലൂടെ SI 4-5 ചാൽ നടന്നു. അയാൾ അസ്വസ്ഥനായിരുന്നു.
വാതിലിന് മുൻപിൽ അയാൾ പെട്ടെന്ന് നിന്നു. ജോസ് ഭിത്തിചാരി തലയും താഴ്ത്തി ഇരിപ്പുണ്ട്. എടാ, SI വിളിച്ചു. ജോസ് മുഖമുയർത്തി. പിന്നെ ഭിത്തിയിൽ പിടിച്ചെഴുന്നേറ്റു. ഇങ്ങോട്ട് എഴുന്നേറ്റ് പാടാ. ജോസ് വേച്ചു വന്ന് കമ്പി അഴിയിൽ പിടിച്ചു നിന്നു. നീ വല്ലതും കഴിച്ചോ? റൈറ്റർ സാറ് ചായ വാങ്ങി തന്നു. SI അയാളെ അടിമുടി നോക്കി. കുറച്ചു നിമിഷം അങ്ങനെ നിന്നു. എടാ, നിന്റെ ഒരു പെങ്ങളില്ലേ സെലിൻ, ആ ഗർഭിണി പെണ്ണ്? ജോസ് തലയാട്ടി. അവള് വിഷം കുടിച്ച് മരിച്ചു. അത് പറയാനാ വിളിച്ചത്. വായ തുറന്ന് കണ്ണുകൾ മിഴിച്ച് അവൻ ഇൻസ്പെക്ടറെ തന്നെ തുറച്ചു നോക്കി. കമ്പിയഴികളിൽ അവൻ്റെ വിരലുകൾ മുറുകി. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. പോയി കിടന്നോ, രാവിലെ നിന്നെ വിടാൻ പറ്റിയേക്കും. SI പിന്തിരിഞ്ഞു നടന്നു. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ജോസിനെ വാതിൽക്കൽ കാണാനുണ്ടായിരുന്നില്ല. ലോക്കപ്പ് റൂമിൻ്റെ ഇരുണ്ട കോണിൽ നിന്നും ദീനമായ ഒരു കരച്ചിൽ മാത്രം കേട്ടു. അച്ഛൻ 10 മണിക്ക് മുൻപ് തന്നെ പരാതി പിൻവലിച്ചതായി SIയെ അറിയിച്ചിരുന്നു. ജോർജ് കുട്ടി സ്റ്റേഷനിൽ വന്നപ്പോൾ SI പറഞ്ഞു, നിങ്ങൾക്ക് ജോസിനെ കൊണ്ടുപോകാം, തടസ്സമൊന്നുമില്ല. പക്ഷേ എപ്പോഴും അവനെ ശ്രദ്ധിച്ചു കൊള്ളണം. ശരി സാർ. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം SI ജോസിനെ പോകാൻ അനുവദിച്ചു. ക്യാപ്റ്റൻ അവനെയും കൂട്ടി സ്റ്റേഷന് വെളിയിൽ വന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയി. ജോസ് വിദൂരതയിലേക്കെന്ന വണ്ണം നോക്കിക്കൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു. ജോർജ് കുട്ടി മെല്ലെ അവൻ്റെ കരം ഗ്രഹിച്ചു. വിരലുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ജോസേ, നീയാണ് ആ കുടുംബത്തിൻ്റെ അത്താണി. എല്ലാവരെയും ആശ്വസിപ്പിക്കേണ്ടതും എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കേണ്ടതും നീയാണ്. തളരരുത്. സമചിത്തത വിട്ട് ഒന്നും പ്രവർത്തിക്കുകയുമരുത്. ജോസ് അയാളുടെ ചുമലിലേക്ക് ചാരി. കണ്ണുകളടച്ചു. ഇടവഴിയിൽ ഓട്ടോറിക്ഷ നിന്നു. ജോസും ജോർജ് കുട്ടിയും ഇറങ്ങി. മുറ്റത്ത് കൂട്ടം കൂടി നിന്ന ആളുകൾ അവർക്കു വേണ്ടി ഒതുങ്ങിക്കൊടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ തന്നെ സെലീൻ്റെ മൃതദേഹം വിട്ടുകിട്ടിയിരുന്നു. അത് വീട്ടിലെത്തിയ ശേഷമാണ് ജോർജ് കുട്ടി ജോസിനെ കൊണ്ടുവരാൻ സ്റ്റേഷനിലേക്ക് പോയത്. ജോസ് വന്നുവെന്നറിഞ്ഞതോടെ വീട്ടിനുള്ളിൽ കൂട്ടക്കരച്ചിലുയർന്നു. പെണ്ണമ്മ ചേടത്തി അലമുറയിട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് വീണു. നമ്മുടെ സെലി പോയടാ മോനെ. കൊച്ചുറാണിയും ബെറ്റിയും മേരിയുമെല്ലാം അവനെ വിളിച്ച് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. സെലീനെ മുറിയുടെ ഒത്ത നടുവിൽ കിടത്തിയിരുന്നു. അവളുടെ തലയ്ക്കൽ മെഴുകുതിരി നാളങ്ങൾ നിശ്ചലം നിന്നു. ജോസ് തൻ്റെ അനുജത്തിയുടെ അരികത്തിരുന്നു. അവളുടെ തോളിലും കവിളിലും ശിരസിലും അവൻ തെറിപ്പിടിച്ചു. ഒരു വേള ഉണർത്താൻ എന്ന പോലെ മെല്ലെ അവളെ ഉലയ്ക്കുകയും ചെയ്തു. അവൻ്റെ വിരലുകൾ വിറച്ചുകൊണ്ടിരുന്നു. മരണത്തിൻ്റെ തണുപ്പ് അവൻ്റെ വിരലുകളിലേക്ക് അനേകം നടുക്കങ്ങളായി ഇരമ്പിക്കയറി. അവൻ്റെ വിതുമ്പുന്ന ചുണ്ടുകൾ മൃദുവായി നിശബ്ദമായി അവളുടെ പേരുച്ചരിച്ചുകൊണ്ടിരുന്നു. രാത്രി. ജോർജ് കുട്ടി ഇപ്പോൾ പോയതേയുള്ളൂ. ആൻസമ്മയെ കല്ലുങ്കലാക്കിയിട്ടാണ് അയാൾ പോയത്. വീട്ടിൽ കുട്ടികൾ തനിച്ചേയുള്ളൂ. അയാൾക്ക് പോകാതിരുന്നുകൂടാ. ജോസ് മേശയിലേക്ക് തല ചായച്ച് കിടക്കുകയാണ്. മേശപ്പുറത്ത് ഒരു വിളക്കരിയുന്നുണ്ട്. ഇടയ്ക്കിടെ അടുത്ത മുറിയിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ കേൾക്കാം. ദീനവിലാപങ്ങളും. കൊച്ചേച്ചി പോയല്ലോ ദൈവമേ. ബെറ്റിയുടെ പൊട്ടിക്കരച്ചിൽ. ഒന്നടങ്ങിയിരുന്ന കൂട്ടക്കരച്ചിൽ പിന്നെയും ഉയർന്നു. ഇനിയൊരിക്കലും ചേച്ചിയുടെ മുഖം കാണാനൊക്കുകയല്ലോ. കൊച്ചുറാണിയാണത്. അതിനിടെ ആൻസമ്മയുടെ ആശ്വസിപ്പിക്കൽ. ജോസ് കഠിനമായ ദുഃഖത്തോടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. താൻ കാരണമാണ് സെലിൻ മരിച്ചതെന്ന് അയാൾക്ക് തോന്നി. താൻ പള്ളിയിൽ ചെന്ന് ബഹളമുണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും അവളെ കുറ്റപ്പെടുത്തിയോ, കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചോ? ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പാവം, വല്ലാതെ വിഷമിച്ചാണ് കഴിഞ്ഞുകൂടിയത്. ആരോടും മിണ്ടാട്ടമില്ലാതെ സദാ മുറിക്കകത്തിരുന്ന് താൻ വന്നതിൽ പിന്നെ ചിരിച്ചു കണ്ടിട്ടില്ല. എത്ര ഉല്ലാസവതിയായി ജീവിച്ചിരുന്നവളാണ്. എല്ലാവരെക്കാളും മിടുക്കിയായിരുന്നില്ലേ അവൾ? ഇപ്പോഴില്ല. ജോസ് ഞെട്ടി. സെലിൻ ഈ വീട്ടിലില്ല. ഇനിയൊരിക്കലും ഉണ്ടാവുകയുമില്ല. അയാൾക്ക് വിശ്വാസം വന്നില്ല. ഇനി അവളുടെ സ്വരം ഈ വീട്ടിൽ കേൾക്കുകയില്ല. അവളുടെ ചിരി കിലുങ്ങുകയില്ല. സന്ധ്യാപ്രാർത്ഥനകളിൽ അവളുടെ പാട്ടിൻ്റെ ഈണം ഉണ്ടാവുകയില്ല. കുഞ്ഞാഞ്ഞ് എന്ന് ഇനിയൊരിക്കലും. ജോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കൊച്ചുനാളിൽ അവളെ കൊണ്ട് കുഞ്ഞാഞ്ഞ് എന്ന് വിളിപ്പിക്കാൻ കുറച്ചൊന്നുമല്ല പണിപ്പെട്ടിട്ടുള്ളത്. അക്ഷരങ്ങൾ സ്ഫുടമാക്കി താൻ പറഞ്ഞു കൊടുക്കും. കുഞ്ഞാഞ്ഞ. അവൾ കൊഞ്ചിപ്പറയും. ഞാഞ്ഞ. അങ്ങനെയല്ല, കുഞ്ഞാഞ്ഞ. ആ പിഞ്ചു ശരീരം മുകളിലേക്കിട്ട് പിടിക്കുമ്പോൾ കൊഞ്ചിക്കൊഞ്ചിയുള്ള ചിരി. ഇരുകൈയും കഴുത്തിലൂടെ കെട്ടിയണച്ച് കവിളിൽ തന്നിരുന്ന ഉമ്മകൾ. നെഞ്ചിൽ നിന്ന് ഒരു കരച്ചിൽ ആർത്തലച്ചു വന്നു. അയാളത് വല്ല വിധേനയും കടിച്ചമർത്തി. അവളെ ഒന്ന് കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തിൽ അയാൾ ഉഴറി. അയാൾ മേശവലിപ്പ് തുറന്ന് ആൽബം എടുത്തു. സെലിൻ കുഞ്ഞായിരുന്നപ്പോൾ മുതലുള്ള ഫോട്ടോകളുണ്ട്. ആദ്യത്തെ പേജ് മറിച്ചപ്പോൾ ഒരു കടലാസ് കഷ്ണം ഊർന്ന മേശമേൽ വീണു.
ജോസ് അതെടുത്തു നോക്കി. സെലിൻ്റെ കൈപ്പട. ഉദ്വേഗത്തോടെ അയാളത് വായിച്ചു. എൻ്റെ കുഞ്ഞാഞ്ഞയ്ക്ക് ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. യാത്ര ചോദിച്ചിട്ട് പോകാൻ ഒക്കില്ലെന്നറിയാം. എന്നാലും അവസാനമായിട്ട് കുഞ്ഞാഞ്ഞയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ ഭാഗ്യദോഷിക്ക് അതിനും കഴിഞ്ഞില്ല. കുഞ്ഞാഞ്ഞ വിഷമിക്കരുത്. കുഞ്ഞാഞ്ഞയോ നമ്മുടെ വീട്ടിലെ മറ്റാരെങ്കിലുമോ അല്ല എൻ്റെ ഈ തീരുമാനത്തിന് കാരണം. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. സമയവും മാർഗവും നിശ്ചയിച്ചിരുന്നില്ല എന്ന് മാത്രം. അല്പം വൈകിപ്പോയല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. കുഞ്ഞാഞ്ഞയ്ക്കോ ഈ വീട്ടിൽ മറ്റാർക്കെങ്കിലുമോ എന്നോട് വെറുപ്പും വിദ്വേഷവുമില്ലെന്ന് എനിക്കറിയാം. മറിച്ച് സ്നേഹമാണ് താനും. കുടുംബത്തിന് അപമാനം വരുത്തിവെച്ച പാപിയായ എന്നെ നിങ്ങളെല്ലാം ഇത്രയും സ്നേഹിക്കുമ്പോൾ ഞാനത് തിരിച്ചു തരണ്ടേ? അതിന് ഈ ഒരൊറ്റ മാർഗമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ മരണം നിങ്ങൾക്കെല്ലാം ദുഃഖവും അപമാനവും വരുത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് താൽക്കാലികമല്ലേ? പിന്നീട് എല്ലാം മറവിലാണ്ടു പോകും. കാലം മായ്ച്ചു കളയും. ഞാൻ ജീവിച്ചിരുന്നാൽ, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖവും അപമാനവും സഹിക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഞാനും എൻ്റെ കുഞ്ഞും. അപ്പോൾ ഇതാണ് ഒരേയൊരു വഴി. ആരോടും എനിക്ക് പരാതിയില്ല, വെറുപ്പില്ല. നിങ്ങളോടെല്ലാം എനിക്ക് നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഇനിയും ഭൂമിയിലൊരു ജന്മം കിട്ടിയാൽ എൻ്റെ കുഞ്ഞാഞ്ഞിയുടെ പെങ്ങളായിട്ട് നമ്മുടെ ഇതേ വീട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആശ. മരിക്കുന്നതിൽ എനിക്ക് ഒട്ടും ദുഃഖമില്ല. ജനിച്ചപ്പോൾ മുതൽ ഞാൻ സന്തോഷിച്ചല്ലേ ജീവിച്ചത്. എനിക്കൊരബദ്ധം പറ്റിപ്പോയി. സ്നേഹിച്ചവനെ വിശ്വസിച്ചു. കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ. കുവൈറ്റിൽ യുദ്ധം വരുമെന്ന് ഓർത്തില്ലല്ലോ. ഞാൻ കാരണം എൻ്റെ കുഞ്ഞാഞ്ഞ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് അപമാനം സഹിച്ചു. കുഞ്ഞാഞ്ഞ എന്നോട് ക്ഷമിക്കണം. ചാച്ചനോടും അമ്മച്ചിയോടും മേരി ചേച്ചിയോടും കൊച്ചുറാണിയോടും ബെറ്റിയോടും വാവച്ചനോടും ഞാൻ ക്ഷമ ചോദിച്ചതായി പറയണം. എല്ലാവരെയും ഞാൻ സങ്കടപ്പെടുത്തിയല്ലോ. അവരെയെല്ലാം കുഞ്ഞാഞ്ഞ നല്ലപോലെ നോക്കണം. കുഞ്ഞാഞ്ഞയല്ലേ ഉള്ളൂ എല്ലാവർക്കും ആശ്രയം. ഇനി ഞാൻ പോട്ടെ. യാത്ര. കുഞ്ഞാഞ്ഞയുടെ ഭാഗ്യഹീനയായ പെങ്ങൾ സെലിൻ. ജോസ് ആ കത്തിലേക്ക് മുഖമമർത്തി തേങ്ങിക്കരഞ്ഞു. അധ്യായം 31. ഗൾഫിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യസേന ഇറാഖിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും നിരത്തിയ വർത്തമാന പത്രങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിരുന്നു. ജനങ്ങൾക്ക് ടാങ്കുകളെക്കുറിച്ചും മിസൈലുകളെക്കുറിച്ചും തോക്കുകളെക്കുറിച്ചും ബോംബുകളെക്കുറിച്ചും മാത്രമേ സംസാരിക്കാനുള്ളൂ. യുദ്ധവാർത്തകളാൽ സജീവമാണ് ഓരോ ഭവനവും. കല്ലുങ്കൽ വീട്ടിൽ മാത്രം ജീവിതം മരവിച്ചു കിടന്നു. അവിടെ നിഴലുകൾ ഉണരുകയും ചലിക്കുകയും വീണ്ടും നിദ്രയിൽ വീഴുകയും ചെയ്തു. മരിച്ചവർ മണ്ണിൽ മറഞ്ഞു. ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ശരീരവും മനസ്സും മോഹങ്ങളിലൂടെ, മോഹഭംഗങ്ങളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയേ പറ്റൂ. ആഹാരം വേണം, വസ്ത്രം വേണം, കടബാധ്യതകൾ തീർക്കണം, അനുദിന ജീവിതാവശ്യങ്ങൾ നടന്നു പോവണം. ജോസ് വേണം എല്ലാം നിർവഹിക്കാൻ. അവനേയുള്ളൂ ഒരത്താണി. ജോർജ് കുട്ടി കൂടെ കൂടെ അവനെ ഓർമ്മപ്പെടുത്തി. ദുഃഖവും വേദനയും ഇന്നല്ലെങ്കിൽ നാളെയങ്ങ് മാറും. ജീവിതം പിന്നെയും ബാക്കിയാണ്. നിനക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ള സമയമാണിത്. അലസനായിരുന്നുകൂടാ. ജോസിന് തൻ്റെ മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതല ബോധ്യമായി. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല. ചുറ്റോടു ചുറ്റും കടമാണ്. ക്യാപ്റ്റന് തന്നെ കുറേയധികം പണം കൊടുക്കാനുണ്ട്. അയാളാണ് സെലിൻ്റെ ശവസംസ്കാര ചെലവുകൾ മുഴുവൻ നടത്തിയത്. ഇനി ജോസഫ് ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. പ്ലാസ്റ്റർ വെട്ടിയിട്ട് നട്ടെല്ല് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും പ്ലാസ്റ്റർ ഇടണം. മരുന്നുകൾ വാങ്ങിക്കൊടുക്കണം. എല്ലാറ്റിനും പണം വേണം. ജോസഫ് ചേട്ടൻ മകനെ വിളിച്ചു. ജോസൂട്ടി, 7-8 ജീവിതം ഇനിയും ബാക്കിയാണല്ലോ. ജീവിക്കണ്ടേ? കാശില്ലാതെ എങ്ങനെയാ? ജോസ് മൗനമായി നിന്നു. നീ ആ കുഞ്ഞാഗസ്തിയെ കണ്ട് കുറച്ച് രൂപ കടം ചോദിക്കുക. എല്ലാം കൂടി ഒന്നിച്ച് കൊടുത്തു തീർക്കാമെന്ന് പറയുക. വീട് പണയപ്പെടുത്തിയിരിക്കുന്നത് അയാൾക്കല്ലേ? അതെ. വീടിൻ്റെ ഈടിന്മേൽ തരാൻ പറഞ്ഞാൽ മതി. ജോസ് അന്ന് തന്നെ കുഞ്ഞാഗസ്തിയെ കണ്ട് സംസാരിച്ചു. 15,000 രൂപ മേടിച്ചിട്ട് അതിൻ്റെ പലിശ പോലും തന്നില്ലല്ലോടെ ജോസേ. ഞാൻ എങ്ങനെയാ ഇനിയും കടം തരുന്നേ? കുഞ്ഞാഗസ്തി ചോദിച്ചു. ചേട്ടാ, വസ്തു ഈടിന്മേൽ തന്നാൽ മതി. എല്ലാം ഞാൻ തന്നു തീർത്തുകൊള്ളാം. എന്ന് പറഞ്ഞാൽ എങ്ങനാ? 15,000 രൂപ ഇപ്പം 20,000 കവിഞ്ഞില്ലേ? വേറൊരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ചേട്ടൻ്റെ മുൻപിൽ ഞാനിങ്ങനെ കൈനീട്ടുകയല്ല. നീ കാശെങ്ങനെ തിരിച്ചു തരുമെന്ന് പറ. കിടപ്പാടം വിറ്റിട്ടെങ്കിലും തരും. എന്നാൽ അതുടനെ വിറ്റോ? അതാ നിനക്ക് ലാഭം. ഇനി 1 കൊല്ലം കൂടി കഴിഞ്ഞാൽ എൻ്റെ കാലാവധി തീരും. പലിശ ഇരട്ടിയാകും. വസ്തു എൻ്റെ പേരിലാവുകയും ചെയ്യും. ഇപ്പം വിറ്റാൽ മിടുക്കുന്നിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
കുഞ്ഞാഗസ്തി പിറുപിറുത്തുകൊണ്ട് ജോസ് ചോദിച്ച പണം എണ്ണിക്കൊടുത്തു. ജോസ് അതുകൊണ്ട് ചെറിയ തോതിലുള്ള കടങ്ങളൊക്കെ വീട്ടി. വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. കല്ലുങ്കൽ വീടിനെതിർവശത്ത് ഇടവഴിക്കപ്പുറം എലവുങ്കൽ ഒരു പന്തലുയരുന്നത് കാണാമായിരുന്നു. 27-ാം തീയതി ലില്ലിയുടെ വിവാഹമാണ്. 26-ാം തീയതി ജോസിനൊരു കത്ത് കിട്ടി. മേൽവിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ലില്ലിയുടെ കത്താണ്. ക്ഷണക്കത്തായിരിക്കും. വലിച്ചു കീറിക്കളയണോ വായിക്കണോ എന്ന് അയാൾ സംശയിച്ചു. എത്ര കാഠിന്യം വിചാരിച്ചിട്ടും കീറിക്കളയാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. തൻ്റെ ബാല്യകാല സഖിയുടെ കത്താണിത്. ഒരുപക്ഷെ ഇത് അവസാനത്തേതാകാം. ജോസ് മുറിയിൽ ചെന്നിരുന്നു. കത്ത് പൊട്ടിച്ചു നോക്കി. ലില്ലി എഴുതിയിരിക്കുന്നു. എന്നും എനിക്ക് പ്രിയപ്പെട്ട ജോസൂട്ടിക്ക് 27-ാം തീയതി എൻ്റെ വിവാഹമാണ്, എൻ്റെ മരണമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. ജീവനോടെ എന്നെ ശവപ്പെട്ടിയിലടച്ച് ആണിയടിക്കുന്ന ദിവസം. അന്നു മുതൽ ഞാൻ വെറുക്കുന്ന, എനിക്ക് പകയുള്ള ഒരു മനുഷ്യനോടൊപ്പമുള്ള ജീവിതം ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുത്തുവെന്ന് ജോസ് അമ്പരന്ന് പോയിട്ടുണ്ടാവും. എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ജോസിൻ്റെ വീട്ടുകാർ എന്നെക്കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് എനിക്കറിയാം. മേരി ചേച്ചിയുടെ വെറുപ്പ് നിറഞ്ഞ നോട്ടം ഞാൻ കണ്ടതാണല്ലോ. അമ്മയുടെ ശാപവചനങ്ങൾ ഞാൻ കേട്ടതാണല്ലോ. അവരൊക്കെ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. ജോസ് എന്നെ തെറ്റിദ്ധരിച്ചുവോ? ഇല്ലെന്ന് എനിക്കറിയാം. എന്നെ വെറുക്കാൻ എൻ്റെ ജോസൂട്ടിക്ക് കഴിയുമോ? അന്ന് അമ്മാനിലെ ക്യാമ്പിൽ വെച്ചുണ്ടായ വഴക്കോ ജിംസണിനോടുള്ള സഹതാപമോ ഒന്നുമല്ല എന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ജോസ് എന്താണോ ഭയപ്പെട്ടിരുന്നത് അതുതന്നെ സംഭവിച്ചു. അസ്ര ക്യാമ്പിലെ ആ രാത്രിയും ഞാനും ജിംസണും മാത്രമുണ്ടായിരുന്ന കൂടാരവും ഇന്നും പേടി സ്വപ്നങ്ങളിൽ വന്ന് എന്നെ ഞെട്ടിക്കാറുണ്ട്. ജോസ് അയാളെ മർദ്ദിച്ചതിന് അയാൾ പ്രതികാരം ചെയ്യുകയായിരുന്നു എന്നിലൂടെ. പിന്നെ എൻ്റെ മുൻപിൽ 2 വഴി മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ജിംസണോടൊപ്പമുള്ള ജീവിതം. 2ാമത്തെ വഴി ഞാൻ തിരഞ്ഞെടുത്തു. അതിന് കാരണമുണ്ട്. ഇത് പ്രതികാരത്തിൻ്റെ വഴിയാണ്. ഞാൻ ഏറ്റവും കൊതിച്ചിരുന്ന, എത്രയോ കാലമായി കാത്തിരുന്ന ജീവിതം നശിപ്പിച്ചതിന്, എൻ്റെ സ്വപ്നങ്ങൾ പിച്ചു ചീന്തിയതിന് ജോസിലൂടെ ഞാൻ അയാളോട് പ്രതികാരം ചെയ്യുകയാണ്. അത് എങ്ങനെയെന്ന് മാത്രം ജോസ് ഒരിക്കലും അറിയണ്ട. അന്നും ഇന്നും എന്നും എനിക്ക് ജോസിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ഓർമ്മിക്കാൻ സ്നേഹത്തിൻ്റേതായ എത്രയോ കോടി നിമിഷങ്ങളുണ്ട്. ഒരിക്കൽ നമ്മുടേത് മാത്രമായിരുന്ന ഒരു കാലഘട്ടം മുഴുവൻ, നമ്മുടേത് മാത്രമായിരുന്ന പൂക്കളും ശലഭങ്ങളും സ്വപ്നങ്ങളും സ്നേഹക്കളിവാക്കുകളും നിറഞ്ഞ കാലഘട്ടം. ഓർമ്മയിലല്ലാതെ എനിക്കതൊന്നും തിരിച്ചു കിട്ടുകയില്ലല്ലോ. നമുക്കത് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവല്ലോ. ജോസ് വിചാരിക്കുന്നുണ്ടാവും, എൻ്റേതല്ലാത്ത ഒരു തെറ്റിന് ഞാൻ എന്തിന് ബലിയാടാവുന്നുവെന്ന്. ജോസ് അതെല്ലാം ക്ഷമിക്കാനും എന്നെ സ്വീകരിക്കാനും തയ്യാറാവുമായിരുന്നല്ലോ എന്ന്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. ജോസിനിത് ക്ഷമിക്കാൻ കഴിയും, പക്ഷെ മറക്കാൻ കഴിയുമോ? എനിക്കും മറക്കാനാവുകയില്ല. ജീവിതകാലം മുഴുവൻ ആ രാത്രിയുടെ ഓർമ്മ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ പശ്ചാത്തപിക്കാനും വേദനിക്കാനും ഒരു കളങ്ക ശേഷിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. ജോസിൻ്റെ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അരികിൽ ഓടിയെത്താനും ആശ്വസിപ്പിക്കാനും ഞാൻ അത്രയധികം കൊതിച്ചു. പക്ഷേ എനിക്കതിന് ഭാഗ്യമില്ലാതെ പോയി. ജോസിനോടൊപ്പം ഞാൻ ആശിച്ചിരുന്ന ജീവിതം ഭൂമിയിൽ ഇനി ഒരിക്കലും സാധ്യമാവുകയില്ലല്ലോ എന്നോർക്കുമ്പോൾ. എന്നാലും എൻ്റെ മനസ്സും സാന്ത്വനങ്ങളും പ്രാർത്ഥനയും എന്നും ജോസിനോടൊപ്പമുണ്ടാവും. എൻ്റെ മരണം വരെ ജോസിന് ഒരു നല്ല കാലമുണ്ടാവും. എന്നെ മറന്നേക്കുക. ഞാൻ യാത്ര ചോദിക്കുകയാണ്. നിർത്തുന്നു. ജോസ് ആ കത്തും കയ്യിൽ പിടിച്ച് നിശ്ചലനായിരുന്നു. അയാളുടെ ഉള്ളിൽ ഉൾക്കട വികാരങ്ങളുടെ ഒരു കടലിരുമ്പി. എഴുന്നേറ്റ് പാഞ്ഞു ചെല്ലാൻ. എലവുങ്കൽ വീടിൻ്റെ ചുമരുകൾ ഇടിച്ചു തകർത്ത് ലില്ലിയെ അവളുടെ ശാപത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ അയാൾ വെമ്പി. എന്നാൽ അയാൾ നിസ്സഹായനായിരുന്നു. നഷ്ടപ്പെടുന്ന സ്നേഹത്തിൻ്റെയും മോഹിച്ച ജീവിതത്തിൻ്റെയും വേദന കത്തിലേക്ക് അടർന്നു വീണ ഏതാനും കണ്ണുനീർ തുള്ളികളിൽ തപിച്ചു കിടന്നു. അധ്യായം 32. എലവുങ്കൽ വീട്ടിൽ ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ലില്ലിയുടെ വിവാഹമാണിന്ന്. നാടടച്ച് ക്ഷണിച്ചിട്ടുണ്ട്, കല്ലുങ്കൽ വീട്ടുകാരെ ഒഴികെ. വിശാലമായ മുറ്റം നിറയെ കാറുകളും ജീപ്പുകളും 2 വീലറുകളും. പന്തലിന് കീഴിൽ തെക്കും തിരക്കും. ജോസ് വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. അവൻ്റെ മേൽ ഒരു ശ്രദ്ധ വേണം കേട്ടോ പെണ്ണമ്മേ. ജോസഫ് ചേട്ടൻ കൂടെ കൂടെ ഭാര്യയെ ഓർമ്മിപ്പിച്ചു. ജോസിൻ്റെ കാര്യത്തിൽ വീട്ടിലെല്ലാവർക്കും ആശങ്കയുണ്ട്. അവൻ്റെ ഉള്ള് കത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ദുഃഖത്തിൻ്റെ വേദനയുടെ ഒരാളിക്കത്തൽ ഏതു ദുർബല നിമിഷത്തിലാണ് ഉണ്ടാവുകയെന്ന് ആരറിഞ്ഞോ?
രാവിലെ മുതൽ തീ പിടിച്ചതുപോലെ നടക്കുകയാണവൻ. ഒരിടത്ത് ഇരിപ്പുറയ്ക്കുന്നില്ല. ഇടയ്ക്ക് 4-5 തവണ കവലയിൽ പോയി തിരിച്ചു വന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ജോർജ് കുട്ടിയും ആൻസമ്മയും വന്നു. ജോസിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ജോർജ് കുട്ടി വന്നത്. അവൻ്റെ മനസ്സിലെന്താണെന്ന് അയാൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ജോസിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്താ അവിടെ ഇവിടെയും പതറി നടക്കുന്നത്? എന്തുപറ്റി? ഒന്നുമില്ല അച്ചായ. ജോസേ, നീ ഏറ്റവും ധൈര്യം പ്രകടിപ്പിക്കേണ്ടത് ഇപ്പോഴാ. ഇതുകൊണ്ടൊന്നും പതറുകയില്ലെന്ന് തന്നെത്താൻ വിശ്വസിപ്പിക്കുക. എനിക്കൊട്ടും പതർച്ചയില്ല അച്ചായ. ജോർജ് കുട്ടിച്ചായൻ തെറ്റിദ്ധരിച്ചതാ. എനിക്ക് മറ്റേത് ദിവസത്തേക്കാൾ ഉന്മേഷം തോന്നുന്നുണ്ട്. ഇത് നല്ലൊരു ദിവസമല്ലേ? അവൻ വിളറിയ ഒരു ചിരി ചിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ വേദന തുടിക്കുന്നത് അയാൾ കണ്ടു. അതെ, ഇതൊരു നല്ല ദിവസമാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവിൻ്റെ ദിവസം. പുതിയ തീരുമാനങ്ങളെടുക്കുകയും പുതിയൊരു ജീവിതത്തിനൊരുങ്ങുകയും ചെയ്യേണ്ട ദിവസം. കഴിഞ്ഞു പോയതെല്ലാം മനസ്സിൽ കുഴിച്ചു മൂടിയിട്ട് ധീരമായിട്ടൊരു ചൂട് വെക്കേണ്ട ദിവസം. ജോർജ് കുട്ടിച്ചായ, ഉപദേശത്തിനും ഭാവിക്കലിനുമൊക്കെ അപ്പുറം മനസ്സെന്നുണ്ടല്ലോ. എനിക്കറിയാം. നീ പതറാതെ പിടിച്ചു നിൽക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ദിവസം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിലെങ്കിലും ഒന്ന് കരഞ്ഞോട്ടെ. ഇന്നത്തേക്ക് മാത്രം. ഞാനൊരു മനുഷ്യനായി പോയില്ലേ? ക്യാപ്റ്റൻ അവൻ്റെ തോളിൽ തട്ടി. കൂടുതലൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം ആൻസമ്മ നിർബന്ധിച്ച് ജോസിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സന്ധ്യ വരെ ജോസ് വിന്നിയോടും മെലിനോടുമൊപ്പം കളിച്ചും കഥ പറഞ്ഞുമിരുന്നു. ഇരുട്ടിയ ശേഷമാണ് ജോസ് വീട്ടിൽ തിരിച്ചെത്തിയത്. അയാൾ സന്തോഷവാനായി കാണപ്പെട്ടു. അയാൾ എല്ലാവരോടും ധാരാളം സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ജോസിൻ്റെ മുഖം തെളിഞ്ഞു കണ്ടിട്ട് എത്രയോ നാളായി. ജോസഫ് ചേട്ടനും ജോസും കുറേ നേരം സംസാരിക്കുകയുണ്ടായി. ഭാവിയിലെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. 9 മണിക്ക് എല്ലാവരെയും വിളിച്ചിരുത്തി ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചു. അതിനുശേഷം മുറ്റത്തുകൂടി കുറേ നേരം മുലാത്തി. പെണ്ണമ്മ ചേട്ടത്തിയും മേരിയും ജോസഫ് ചേട്ടൻ്റെ മുറിയിൽ വന്നു. അവനിതെന്നാ പറ്റി? വളരെ സന്തോഷമാണല്ലോ. കളിയും ചിരിയും വർത്തമാനവും. പെണ്ണമ്മ ചേട്ടത്തി അമ്പരപ്പോടെ പറഞ്ഞു. സന്തോഷമല്ലടി അത്. നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ? അവൻ കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ജോസഫ് ചേട്ടൻ പറഞ്ഞു. ഈശോയെ! പെണ്ണമ്മ ചേട്ടത്തി നെഞ്ചിൽ കൈവച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. ജോസ് കുടിച്ചിട്ട് വീട്ടിൽ വരിക. പെണ്ണമ്മ ചേട്ടത്തി തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജോസേ! എന്താമ്മേ? നീ ഇന്ന് കുടിച്ചോ? ശകലം. ഇന്ന് നല്ലൊരു ദിവസമല്ലേ? ലില്ലിയുടെ കല്യാണമല്ലേ? ആഘോഷിക്കണ്ടേ? അയാൾ ചിരിച്ചു. പിന്നെയും നടപ്പ് തുടർന്നു. പെണ്ണമ്മ ചേട്ടത്തി അതും നോക്കി അല്പനേരം നിന്നു. ജോസ് തൻ്റെ നടപ്പ് തുടർന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ടും അയാൾ മുറ്റത്തു തന്നെ ഉണ്ടായിരുന്നു. പെണ്ണമ്മ ചേട്ടത്തി വിളക്ക് കൊളുത്തിവെച്ച് ഉറങ്ങാതെ കിടക്കുകയാണ്. ഇടയ്ക്കിടെ തിണ്ണയിലിറങ്ങി നോക്കും. മണി 11 പെണ്ണമ്മ ചേട്ടത്തി വന്ന് ചോദിച്ചു. നീ കിടക്കുന്നില്ലേടാ ജോസൂട്ടി? കുറച്ച് കഴിയട്ടെ, ഉറക്കം വരുന്നില്ല. എന്തൊരു നടപ്പായത്? മുറിക്കകത്ത് പോയി കിടക്ക്. കിടക്കാതെങ്ങനെയാ ഉറക്കം വരുന്നത്? അമ്മ പോയി കിടന്നോ? നീ ഇങ്ങനെ മുറ്റത്ത് നടക്കുമ്പം? പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല. പെണ്ണമ്മ ചേട്ടത്തി വിളറി. പിന്നെ ഒരക്ഷരം മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ജോസ് മുറിയിലേക്ക് കയറിപ്പോന്നു. വീട്ടിനുള്ളിൽ കയറിയപ്പോൾ തല പെരുകുന്നതുപോലെ തോന്നി. വല്ലാത്തൊരു തളർച്ച. ഞരമ്പുകൾ ഉരുകുന്നു. അയാൾ കട്ടിലിൽ കിടന്നുകൊണ്ട് ജനൽ തുറന്നിട്ടു. കല്യാണ വീട് കാണാം. ലൈറ്റുകൾ അണഞ്ഞിട്ടില്ല. ലില്ലിയുടെ കല്യാണ രാത്രിയാണിത്. അയാൾ ഉൾക്കിടലത്തോടെ ഓർത്തു. താനും അവളും കഴിഞ്ഞ എത്രയോ വർഷങ്ങളിൽ നാണത്തിൽ കുതിർന്ന സ്വപ്നങ്ങളാൽ അലങ്കരിച്ചിരുന്ന രാത്രി. ഇന്ന് അവൾ മറ്റൊരു പുരുഷനോടൊപ്പം. ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് വിചാരിച്ചതാണോ? തൻ്റെ പെണ്ണായിരുന്നു അവൾ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവളെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചതാണോ? അവളോടൊപ്പം ചേരാനുള്ള വ്യഗ്രത കൂടിയല്ലേ തന്നെ കുവൈറ്റിലെത്തിച്ചത്? അതൊടുവിൽ തൻ്റെയും കുടുംബത്തിൻ്റെയും തകർച്ചയ്ക്ക് കാരണമായി. ജോസ് എലവുങ്കൽ വീടിൻ്റെ ടെറസിലേക്ക് നോക്കി. ലില്ലി അവിടെ നിൽപ്പുണ്ടോ? നിലാവുള്ള രാത്രികളിൽ അവൾ അങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. പെൻ ടോർച്ചുമായി താൻ ജനലരികിലിരിക്കും. പിന്നെ ഓരോ സന്ദേശങ്ങൾ കൈമാറുകയായി. ഇനി ഒരിക്കലും ലില്ലി തൻ്റെ ജീവിതത്തിലുണ്ടാവുകയില്ല. അവളുടെ സ്നേഹശാസനകൾ, അവളുടെ കുളിരുള്ള സ്പർശം, അവളുടെ സാന്ത്വനങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. അയാൾക്ക് ഹൃദയം വിറയ്ക്കുന്നുണ്ടെന്ന് തോന്നി. എത്രമേൽ അഗാധമായ ബന്ധമായിരുന്നു. ഇനി ജീവിക്കുന്നതിൽ എന്തർത്ഥം? ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി? ജോസ് പേഴ്സ് തുറന്ന് അവളുടെ കത്തെടുത്ത് വീണ്ടും വീണ്ടും വായിച്ചു. ഇതിനു വേണ്ടിയായിരുന്നോ എല്ലാം? ഈ വേർപിരിയലിനു വേണ്ടി? പേഴ്സിൽ അയാൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്ന ലില്ലിയുടെ ഫോട്ടോ അതയാൾ എടുത്തു നോക്കി.
ഉള്ളിൽ സങ്കടം തിങ്ങിവിങ്ങി. എൻ്റെ പെണ്ണെ, നീ എന്തിനിങ്ങനെ സ്വയം കൊന്നു? ഇത്രയും കഠിനമായ ഒരു തീരുമാനം എന്തിനെടുത്തു? എല്ലാം മറന്ന് നിന്നെ സ്വീകരിക്കാൻ ഞാൻ 1000 വട്ടം തയ്യാറായിരുന്നുവല്ലോ. നീ ആരെയാണ് തോൽപ്പിച്ചത്? ജിംസനെയോ, നിന്നെയോ, എന്നെയോ? എന്നെ. എല്ലായിടത്തും ഞാനാണ് തോറ്റത്. ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കെ അനേകം സ്മരണകൾ അയാളുടെ മനസ്സിലിരമ്പി. കുവൈറ്റിലെ ഒഴിവുദിനങ്ങൾ, ലില്ലിയോടൊപ്പമുള്ള കാർ സവാരി, അബ്ബാസിയയിലെ ഫ്ലാറ്റിൽ, എല്ലാം മറന്ന് പരസ്പരം സമർപ്പിച്ച ദിവസം, അവളുടെ കവിളണകളുടെ തിളക്കം, കണ്ണുകളിൽ ദീപ്തി ചൊരിഞ്ഞ വസന്തരാത്രിയുടെ നക്ഷത്രങ്ങൾ. പിന്നോട്ട് പിന്നോട്ട് ഒന്നിച്ചാണ് തങ്ങൾ. ഓർമ്മയുടെ നദിക്കരയിൽ കൈകോർത്തു നടന്നും കളിച്ചും ചിരിച്ചും വഴക്കടിച്ചും ഇണങ്ങിയും ആർത്തുല്ലസിച്ച് നീങ്ങുന്ന പിഞ്ചോമനകൾ. എവിടേക്ക് തിരിഞ്ഞാലും ആ കൊഞ്ചൽ കേൾക്കാം. ഞാനും വരും. നീ വരണ്ട. ചെറുക്കൻ എവിടെ പോയാലും ഞാനും വരും. കടലിനക്കരെ, അവിടെയും വരും. മാണിക്യ കൊട്ടാരത്തിൽ പോകും. ഞാനും വരും. ചെറുക്കൻ്റെ അല്ലേ ഞാൻ? ജോസിൻ്റെ ചെന്നുകളിലൂടെ കണ്ണുനീർ ഒഴുകി വീണു. ആ ഫോട്ടോ അവൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയി. അധ്യായം 33. മുറ്റത്തു നിന്ന് ചുമ കേട്ട് ജോസ് തിണ്ണയിലിറങ്ങി നോക്കി. ബെന്നിച്ചൻ്റെ അമ്മയും അനുജനും. വാ, കയറിയിരിക്ക്. ജോസ് ക്ഷണിച്ചു. ഒരു ഗ്ലാസ് വെള്ളം താമോനെ. പരവേശപ്പെട്ടാണ് അവർ വന്നിരിക്കുന്നത്. പെണ്ണമ്മ ചേടത്തിയും മേരിയും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ലാഞ്ഞു പോന്നതാ. ബെന്നിച്ചൻ്റെ കാര്യം ഓർക്കുമ്പം ഒരു മനസമാധാനവുമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. ബെന്നിച്ചൻ്റെ അമ്മ ആവലാതിപ്പെട്ടു. എൻ്റെ ജോസൂട്ടി, നീ പോന്നപ്പം അവനെ കൂടി കൊണ്ടുപോകുന്നില്ലല്ലോ. നിർബന്ധമായിട്ട് വിളിച്ചോണ്ട് വരേണ്ടതല്ലായിരുന്നോ? ബെന്നിച്ചൻ്റെ അമ്മ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കല്ലുങ്കൽ വീട്ടിൽ വരും. ജോർജ് കുട്ടിയുടെ വീട്ടിലും പോകും. വീട്ടിലിരുന്നാൽ അവർക്ക് പേടിയും വിറയലും ബോധക്കേടുമാണ്. ബെന്നിച്ചിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന പ്രത്യാശ കൊണ്ടല്ല വരുന്നത്. വന്നാൽ കുറേ നേരം ഓരോന്നും പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കും. പിന്നെ തിരിച്ചു പോരും. ഒരു ദിവസം അറിഞ്ഞു ഇറാഖിൽ നിന്നും കുഞ്ഞുമോൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ബെന്നിച്ചൻ്റെ പെണ്ണ്. സദാം ഹോസ്പിറ്റലിൽ കുടുങ്ങിപ്പോയ 100 കണക്കിന് നേഴ്സുമാരിൽ ഒരുവളായിരുന്നു അവളും. ബെന്നിച്ചൻ തിരിച്ചെത്തിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ കുഞ്ഞുമോൾക്ക് ആദിയായി. ജോസിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമെന്നും കരുതി അവൾ കല്ലുങ്കൽ വീട്ടിൽ വന്നു. ജോസ് താൻ കുവൈറ്റ് വിട്ടുപോരുന്നതുവരെയുള്ള ബെന്നിച്ചൻ്റെ വിവരങ്ങൾ അവളെ അറിയിച്ചു. ജോർജ് കുട്ടിയാണ് കല്ലുങ്കൽ വീട്ടിൽ വന്ന് അറിയിച്ചത്. ഗൾഫിൽ യുദ്ധം അവസാനിച്ചു. ഇറാഖ് കീഴടങ്ങി. അയാൾ സന്തോഷവാനായി കാണപ്പെട്ടു. യുദ്ധം അവസാനിച്ചാലെന്താ, ഇല്ലെങ്കിലെന്താ, നമുക്ക് വല്ല നേട്ടവുമുണ്ടോ? ജോസഫ് ചേട്ടൻ ചോദിച്ചു. തകർന്നു കിടക്കുന്ന കുവൈറ്റിൻ്റെ പുനർനിർമ്മാണത്തിന് ജോലിക്കാർ വേണ്ടേ? അവിടെ നിന്ന് പോന്നവരെയൊക്കെ തിരിച്ചു വിളിക്കും എന്ന്. കുറേ കാലതാമസമെടുക്കും. എന്നാലും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ? ജോസഫ് ചേട്ടൻ പിറുപിറുത്തു. അയാൾ ഇപ്പോഴും കിടപ്പിലാണ്. ആദ്യം ഇട്ടിരുന്ന പ്ലാസ്റ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാറ്റി. നട്ടെല്ല് ശരിയാവാത്തതുകൊണ്ട് വേറെ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. പ്ലാസ്റ്ററിൽ ഇനിയും 3 മാസം കൂടി കിടക്കണം. കല്ലുങ്കൽ കുടുംബം വല്ലാതെ ഞെരുങ്ങിയാണ് കഴിഞ്ഞുകൂടിയത്. പണമില്ല. വരുമാനമുള്ളവർ ആരുമില്ല. ചെലവുകൾ അധികരിക്കുകയും ചെയ്തു. വീണ്ടും ചുറ്റും ചെറിയ കടങ്ങൾ പെരുകി വന്നു. നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ പോലും ബുദ്ധിമുട്ടി. ജോസ് ഒരു ജോലിക്കു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. മേരിയുടെ ഭർത്താവ് ജോയി വീണ്ടും വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയി. സ്ത്രീധന ബാക്കി 1 മാസത്തിനകം കൊടുത്തില്ലെങ്കിൽ അയാൾ മേരിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കും. വേറെ കല്യാണവും കഴിക്കും. ജോസഫ് ചേട്ടൻ കുറേ ദിവസങ്ങളായി ആലോചനയിലായിരുന്നു. എന്താണൊരു പോംവഴി? കടങ്ങളിങ്ങനെ പെരുകി വന്നാൽ അത് തങ്ങളെ വിഴുങ്ങുമല്ലോ. അധികം വൈകാതെ ഇതിനൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ജോസഫ് ചേട്ടൻ കുടുംബാംഗങ്ങളെയെല്ലാം തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് ആലോചിച്ചു. നമുക്ക് ഈ വസ്തു വിൽക്കാം. അതല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. എല്ലാവരുടെയും മുഖം വിവരണമായി. വീട് വിൽക്കാനോ? വേണ്ട, ജോസ് പറഞ്ഞു. നിങ്ങളെന്താ മനുഷ്യനെ ഈ പറയുന്നത്? പെണ്ണമ്മ ചേട്ടത്തി താടിക്ക് കൈയൊന്നി അന്താളിച്ചു നിന്നു. വിൽക്കാതെ നിവൃത്തിയില്ല. 10-27,000 രൂപ ഇപ്പം തന്നെ കടമില്ലേ? അടുത്ത കൊല്ലം അത് ഇരട്ടിയാവുകയല്ലേ? അത് എങ്ങനെയെങ്കിലും വീട്ടാം, ജോസ് പറഞ്ഞു. വീട്ടാമെന്ന് പറഞ്ഞാൽ മതിയോ? അതിനുള്ള വരുമാനം കാണണ്ടേ? വീട് വിൽക്കണ്ട, ജോസ് തീർത്തു പറഞ്ഞു. ചുമ്മാ കണ്ണുമടച്ച് പറയരുത് ജോസൂട്ടി. 7 അംഗങ്ങൾ ചെലവ് കഴിഞ്ഞു പോകണ്ടേ? വീടിനെ കെട്ടിപ്പിടിച്ചോണ്ട് പട്ടിണി കിടന്ന് മരിക്കാൻ പറ്റുകയല്ലോ. മാത്രമല്ല ഇനിയെങ്കിലും മേരിയുടെ സ്ത്രീധനക്കാശ് കൊടുക്കണം. അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം കുറേ വിഡ്ഢിത്തങ്ങളും കാണിച്ചു. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. അനുഭവത്തിൽ നിന്നെങ്കിലും പാഠം പഠിക്കണമല്ലോ.
എൻ്റെ സ്ത്രീധനക്കാശിന് വേണ്ടിയിട്ട് വീട് വിൽക്കണ്ട, മേരി പറഞ്ഞു. നിന്റെ ശുദ്ധഗതി കൊണ്ടും കുടുംബസ്നേഹം കൊണ്ടും നീ അത് പറയും. പക്ഷേ ഇനിയെങ്കിലും ഞാനത് മുതലെടുക്കാൻ പാടില്ല. വീട് വിറ്റിട്ട് എവിടെ പോയി കിടക്കും? വല്ല വാടക വീട്ടിലും. ഏതായാലും എല്ലാം നശിച്ചു. ഇനി വരുന്നത് പോലെ വരട്ടെ. സ്വന്തം വീട്ടിൽ നിന്ന് വെച്ച് ആരും ചാകാനൊന്നും പോകുന്നില്ല. ജോസ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അവസാനത്തെ പ്രഹരവും ഏറ്റുകഴിഞ്ഞതായി അയാൾക്ക് തോന്നി. ചാച്ചൻ ചുമട് ചുമന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്. തനിക്ക് കുവൈറ്റിൽ പോകാൻ വേണ്ടിയാണിത് പണയപ്പെടുത്തിയത്. ഇപ്പോൾ അത് വിൽക്കുന്നു. താൻ കാരണമാണല്ലോ അത്. ചാച്ചൻ വിഡിതം കാണിച്ചുവെന്ന്. തന്നെ കുവൈറ്റിൽ വിട്ടതാണല്ലോ വിഡിതം. താൻ കാരണമാണല്ലോ സർവനാശം സംഭവിച്ചതും. മകനിൽ വിശ്വാസമർപ്പിച്ചു. അവൻ കുടുംബം രക്ഷിക്കുന്നത് കാത്തിരുന്ന ചാച്ചൻ ഒരു പാഠം പഠിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. തന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ലെന്ന് മനസ്സിലായെന്നർത്ഥം. കുവൈറ്റിൽ നിന്ന് തിരിച്ചു പോരേണ്ടിയിരുന്നില്ല. ബെന്നിച്ചിനെ പോലെ അവിടെ തന്നെ തങ്ങാമായിരുന്നു. എങ്കിൽ ഈ ദുരന്തങ്ങൾക്കൊന്നും സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ചത്തുകിട്ടുകയും ചെയ്യുമായിരുന്നു. ലില്ലിയല്ലേ തിരിച്ചു പോരാൻ പ്രേരിപ്പിച്ചത്. അവളുടെ സ്നേഹശാസനയ്ക്ക് വഴങ്ങിയല്ലേ മടങ്ങിപ്പോന്നത്. എന്നിട്ട് അവൾ എവിടെ? അത് മറ്റൊരു ദുരന്തം. ജോസ് അത് ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ലില്ലിയെക്കുറിച്ചുള്ള ഓർമ്മ ഇടയ്ക്കിടെ ഹൃദയത്തിൻ്റെ വിങ്ങലായി ഉയർന്നുവരും. അവൾ ജിംസണോടൊപ്പം സുഖമായിരിക്കുന്നുവോ? അതുപോലെ തന്നെ നൊമ്പരമുണർത്തുന്ന ഒരു ഓർമ്മയാണ് സെലിൻ. വീട്ടിലിടയ്ക്കൊക്കെ അവളെക്കുറിച്ച് അനുസ്മരണമുണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ എല്ലാവരും മൂകരാകും. മുഖത്ത് സങ്കടം വിതുമ്പും. ബെറ്റിയോ വാവച്ചനോ ആണെങ്കിൽ ആരും കാണുന്നില്ലെന്ന ഭാവേന കണ്ണു തുടയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ വീട് വിൽക്കാൻ ആലോചന. ജോസ് 3-4 ദിവസം ജോസഫ് ചേട്ടനോട് മിണ്ടാതെ നടന്നു. ജോസഫ് ചേട്ടന് അത് മനസ്സിലായി. അയാൾ അവനെ അടുത്ത് വിളിച്ചിരുത്തി വാത്സല്യപൂർവ്വം പറഞ്ഞു, മോനെ ജോസൂട്ടി, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. സംഭവിച്ചതൊന്നും ആരുടെയും കുറ്റമല്ല. ഈ കുടുംബത്തിൻ്റെ ദുർവിധി അത്രയുള്ളൂ. നമുക്ക് തൽക്കാലം ഒന്നൊഴിഞ്ഞു നിൽക്കണ്ടേ? അതുകൊണ്ട് വീട് വിൽക്കാമെന്ന് പറഞ്ഞത്. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. ആലോചിച്ചാൽ നിനക്കും മനസ്സിലാകും. ഇതല്ലാതെ ഒരു പോംവഴിയില്ലെന്ന്. ജോസ് മറുപടിയൊന്നും പറഞ്ഞില്ല. കൃത്യം 1 മാസമായപ്പോൾ ജോയി വന്നു. എൻ്റെ സ്ത്രീധനക്കാശിൻ്റെ കാര്യമെന്തായി? ഇന്ന് 2-1 അറിയണം. 1 മാസത്തെ അവധി കൂടി താ, ജോസഫ് ചേട്ടൻ പറഞ്ഞു. വീട് വിൽക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ കച്ചവടം നടക്കും. അപ്പോൾ നിനക്ക് തരാനുള്ളതെല്ലാം തീർത്തു തരും. ജോയി അല്പം ആലോചിച്ചു നിന്നു. വാക്ക് മാറുകയില്ലല്ലോ. ഇല്ല. ശരി. അയാൾ പോയി. ജോസഫ് ചേട്ടൻ പിറ്റേന്ന് തന്നെ കുഞ്ഞാഗസ്തിയെ വിളിച്ചു വരുത്തി. അയാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വീടും പുരയും വിലക്കെടുത്തുകൊള്ളാൻ പറഞ്ഞു. കുഞ്ഞാഗസ്തിക്ക് വീടുണ്ട്, ഭൂമിയുണ്ട്. ഇനി ഇതിൻ്റെ കൂടി ആവശ്യമില്ല. ആർക്കെങ്കിലും ഞങ്ങൾ വിൽക്കും. കുഞ്ഞാഗസ്തിയോട് ഒന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണല്ലോ മര്യാദ. കുഞ്ഞാഗസ്തി അല്പം ആലോചിച്ചു. വീടിനും സ്ഥലത്തിനും കൂടി ഒരു 75,000 വില മതിക്കും. 60,000-ന് കിട്ടിയാൽ കച്ചവടം ഉറപ്പിക്കാം. പിന്നീട് മറിച്ചു വിൽക്കുമ്പോൾ 15,000 ലാഭം കിട്ടണം. ഞാൻ വില പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും. അതുകൊണ്ടാ. എന്നാലും പറഞ്ഞോ, 50,000-ത്തിനടുത്തോളം. കുഞ്ഞാഗസ്തി പറഞ്ഞത് ശരിയാ. തീരെ കുറഞ്ഞു പോയി. ഞാൻ ഉദ്ദേശിച്ചത് 70. അതിലൊട്ടും കുറയുകയില്ല. നമ്മൾ തമ്മിൽ കണ്ടമാനം വില പേശണ്ട. കയറ്റിയിറക്കി പറയും വേണ്ട. 60,000-ത്തിന് ഞാൻ എടുത്തോളാം. അല്ലെങ്കിൽ വേറെ ആൾ നോക്കിക്കോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ജോസഫ് ചേട്ടൻ വേറെ പല ബ്രോക്കർമാരെയും വിളിച്ച് വസ്തു വിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പലരും വീട് കാണാൻ വരികയും ചെയ്തു. 60,000-ത്തിൽ കൂടിയ വില ആരും പറഞ്ഞില്ല. ജോസഫ് ചേട്ടൻ വീണ്ടും കുഞ്ഞാഗസ്തിയെ വിളിപ്പിച്ചു. കുഞ്ഞാഗസ്തിക്കാകുമ്പോൾ ബ്രോക്കർ ഫീസ് ലാഭമാണ്. 60,000-ത്തിന് കച്ചവടം ഉറപ്പിച്ചു. പലിശയും മുതലുമടക്കം 24,000 രൂപ വരാനുണ്ട്. ബാക്കി 36,000 അങ്ങോട്ട് തരൂ. കുഞ്ഞാഗസ്തി പറഞ്ഞു. അതിലൊരു 20,000 ഉടനെ തരണം. മേരിയുടെ സ്ത്രീധന ബാക്കി 12,000 കൊടുക്കാനുണ്ട്. പിന്നെ അവളുടെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. അത് വിറ്റുപോയി. പകരം വാങ്ങിക്കൊടുത്തല്ലേ പറ്റൂ. അല്ലറ ചില്ലറ കടങ്ങൾ വേറെ. തീറാധാരം എന്ന് നടത്താം? 1 മാസത്തെ അവധി തരണം. വേറൊരു വാടക വീട് കണ്ടുപിടിക്കേണ്ടേ? അതുവരെ ഇവിടെ താമസിക്കും. ഈ വീട് തന്നെ വാടകയ്ക്ക് തന്നേക്കാം. വേറെ വാടക വീട് അന്വേഷിച്ച് വിഷമിക്കുകയും വേണ്ടല്ലോ. ജോസഫ് ചേട്ടൻ്റെ മുഖം ചുവന്നു. ഈ വീട്ടിൽ ഞാൻ വാടകക്കാരനായിട്ട് താമസിക്കാനോ? ഞാൻ പണിത ഈ വീട്ടിൽ? ഇല്ല, ഈ വീട് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. പിറ്റേന്ന് തന്നെ കുഞ്ഞാഗസ്തി കരാർ എഴുതി 20,000 രൂപ കൊടുത്തു. ജോസഫ് ചേട്ടൻ ജോസിനെ സ്വർണ്ണക്കടയിൽ അയച്ച് മേരിക്ക് വേണ്ടി 1 പവൻ്റെ മാലയും മേരിയുടെ കുഞ്ഞിന് 1/2 പവൻ്റെ ഒരു ബ്രേസ്ലെറ്റും വാങ്ങിപ്പിച്ചു. അതിനടുത്ത ദിവസം ജോസിനെ തന്നെ പറഞ്ഞയച്ച് ജോയിയെ വിളിച്ചു വരുത്തി. വീട്ടിൽ അയാൾക്ക് വേണ്ടി സൽക്കാരം ഒരുക്കിയിരുന്നു.
ജോസഫ് ചേട്ടൻ ജോയിയുടെ കയ്യിൽ 12,000 രൂപ എണ്ണിക്കൊടുത്തു. കിടപ്പാടം വിറ്റ കാശ, എന്നാലും നിനക്ക് തരാനുള്ളത് തന്നെ. സന്തോഷത്തോടെയാണ് തരുന്നതും. ജോയി അത് വാങ്ങി. ഞാനിവിടെ വന്ന ദേഷ്യത്തിന് വല്ലതുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് കാശ് സൂക്ഷിച്ചു വെക്കാനൊന്നുമല്ല. എനിക്കും ഒരു പെങ്ങള് പെരനിറഞ്ഞു നിൽപ്പുണ്ട്. ഇതും കൂടി കിട്ടിയിട്ട് വേണം അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞുവിടാൻ. അതുകൊണ്ടാ. മേരിയും കുഞ്ഞും വേഷം മാറി എല്ലാവരോടും യാത്ര പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബെറ്റിയും വാവച്ചനും മാറിപ്പോയിരുന്നു കരഞ്ഞു. താൻ പോകുന്നത് കാണാൻ സെലീൻ ഇല്ലല്ലോ എന്ന് മേരി സങ്കടപ്പെട്ടു. ചേച്ചിയെ കൊണ്ടുവിടാൻ ഞാനും വരുമെന്നും അന്നേരം ചേട്ടനോട് നല്ല 2 വർത്തമാനം പറയുമെന്നും അവൾ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. സ്വയം അറിയാതെ മേരി തൻ്റെ സഹോദരങ്ങൾക്കിടയിൽ ഒരു നിമിഷം അവളെ തിരയുകയും ചെയ്തു. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ജോയിയും മേരിയും കുഞ്ഞും ഇറങ്ങി. കുഞ്ഞിനെ ജോയി തോളിലേറ്റിക്കൊണ്ട് നടന്നു. മേരി തൊട്ടു പിന്നിലും. ജോയി തിരിഞ്ഞ് മേരിയോടെന്തോ പറയുന്നതും മേരി ചിരിക്കുന്നതും കണ്ടു. ജോസും ബെറ്റിയും വാവച്ചനും കൊച്ചുറാണിയും പെണ്ണമ്മച്ചേടത്തിയും നിറകണ്ണുകളോടെ ആ പോക്ക് നോക്കി നിന്നു. അധ്യായം 34. പ്ലാസ്റ്റർ എടുത്ത ശേഷം ഡോക്ടർ ജോസഫ് ചേട്ടനെ വിശദമായി പരിശോധിച്ചു. കഴിക്കാനുള്ള മരുന്നുകൾ കുറിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അധികം യാത്ര ചെയ്യരുത്. കുനിയുകയും നിവരുകയും ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. 1 വർഷത്തേക്കെങ്കിലും പൂർണ്ണ വിശ്രമം എടുക്കണം. ജോസഫ് ചേട്ടൻ തലയാട്ടി. ജോസ് അയാളെയും കൂട്ടി വീട്ടിലെത്തി. ജോസഫ് ചേട്ടന് ഇപ്പോൾ പരസഹായം കൂടാതെ എഴുന്നേൽക്കാം, ഇരിക്കാം, ഏതാനും ചുവട് നടക്കുകയും ചെയ്യാം. അടുത്ത ദിവസം ജോസഫ് ചേട്ടനും ജോസും കുഞ്ഞാഗസ്തിയും കൂടി ആധാരമെഴുത്ത് ഓഫീസിൽ പോയി വസ്തുവിൻ്റെ തീറാധാരം നടത്തി. ബാക്കി കിട്ടാനുള്ള പണവും എണ്ണി വാങ്ങി. ഓട്ടോറിക്ഷയിലാണ് പോയതും വന്നതും. വീടൊഴിഞ്ഞ് കൊടുക്കേണ്ട ദിവസമായി. ജോസ് ഒരു 3 ടൺ ലോറി ഏർപ്പാടാക്കിയിരുന്നു. അത് രാവിലെ തന്നെ എത്തി. വീട്ടു സാമാനങ്ങളെല്ലാം പെറുക്കി അതിൽ കയറ്റാൻ അയൽക്കാരും സഹായിച്ചു. എല്ലാം വേഗം കഴിഞ്ഞു. അയൽക്കാരോടെല്ലാം യാത്ര പറഞ്ഞു. കല്ലുങ്കൽ കുടുംബം അവിടം വിട്ടു പോകുന്നതിൽ അയൽക്കാരിൽ പലരും വ്യസനിച്ചു. ബെറ്റിയും വാവച്ചനും വീട്ടിലെ മുറികളിൽ ഒരു തവണ കൂടി ചുറ്റി നടന്നു. വാവച്ചന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. വീട് ഉപേക്ഷിച്ചു പോകാൻ എല്ലാവർക്കും വിഷമമുണ്ട്. എത്രയോ വർഷങ്ങളായി തങ്ങൾ ജീവിച്ച വീട്, ആഹ്ലാദവും നൊമ്പരങ്ങളും ഏറ്റുവാങ്ങിയ ഭവനം. ജോസും വാവച്ചനും ബെറ്റിയും ലോറിയിൽ കയറി. പെണ്ണമ്മ ചേട്ടത്തിയും കൊച്ചുറാണിയും ജോസഫ് ചേട്ടനും ഓട്ടോറിക്ഷയിൽ. ലോറിക്ക് പിമ്പെ ഓട്ടോ നീങ്ങി. വഴിയിൽ കൂടി നിന്നിരുന്ന അയൽക്കാർ വിഷാദത്തോടെ കൈവീശി. ജോസഫ് ചേട്ടൻ വ്യതയോടെ വീടിന് നേർക്ക് തിരിഞ്ഞു നോക്കി. താൻ പണിയിച്ച വീട്, തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയും തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു. ബെറ്റിയും വാവച്ചനും ആ വീട്ടിലാണ് പിറന്നത്. ഓരോ ഓർമ്മകൾ മനസ്സിനെ പിടിച്ചുലച്ചു. ഇനി തൻ്റെ ജീവിതകാലത്ത് ഇതുപോലൊരു വീട് നിർമ്മിക്കാൻ കഴിയുമോ? ഏകദേശം 5 കിലോമീറ്ററോളം അകലെയാണ് വാടകയ്ക്കെടുത്തിരിക്കുന്ന വീട്. വയൽക്കരയിൽ ചെന്ന് വീട് കണ്ടതും ഏർപ്പാടാക്കിയതും ജോസായിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. 2 മുറി, അടുക്കള, വരാന്ത, ഇലക്ട്രിസിറ്റിയുണ്ട്. ഒരു ദോഷം മാത്രം, മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായാൽ വീടിനുള്ളിൽ വെള്ളം കയറും. 1-2 ആഴ്ച മാറി താമസിക്കേണ്ടി വരും. അവർ വാടക വീട്ടിലെത്തി. സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്നിറക്കി വീട്ടിനുള്ളിലാക്കി. കൊച്ചുറാണി അടുപ്പ് കത്തിച്ച് കാപ്പിയിട്ടു. ആ കുടുംബം അവിടെ താമസം ആരംഭിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ പുതിയ വീടുമായി ഇണങ്ങിച്ചേർന്നു. ബെറ്റിക്കും വാവച്ചനും ഒരു പരാതിയുണ്ടായിരുന്നു. ഉറക്കത്തിലെ സ്വപ്നങ്ങളിൽ പഴയ വീടും പരിസരങ്ങളുമാണ് എല്ലായ്പ്പോഴും കാണുന്നത്. കടങ്ങളെല്ലാം വീട്ടിയ ശേഷം വസ്തു വിറ്റ വകയിൽ ശേഷിച്ചത് 13,000 രൂപ മാത്രമായിരുന്നു. അത് ബാങ്കിലിട്ടു. ചെലവ് കഴിയാൻ ആ പണം എടുക്കുകയില്ല. വേറെ വരുമാനമുണ്ടായാലേ വീട്ടുചെലവുകൾ നടന്നു പോകൂ. പലയിടത്തും ജോലിക്ക് അന്വേഷിച്ച് നടന്ന ശേഷം ജോസിന് ഒരു ജോലി കിട്ടി. ജോലി എന്ന് പറഞ്ഞുകൂടാ. ടൗണിൽ ഫുട്പാത്തിൽ പേഴ്സുകളും ഹാൻഡ് ബാഗുകളും ചെരുപ്പുകളും വിൽക്കുന്ന വച്ചുവാണിഭ കടയിലാണ് ജോലി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ചു പറഞ്ഞു വിൽക്കണം. ദിവസം 30 രൂപയോളം കൂലി കിട്ടും. വീട്ടുചെലവുകൾ അതുകൊണ്ട് കഷ്ടിച്ച് കഴിഞ്ഞു പോകും. 15 രൂപ മാത്രം, വെറും 15 രൂപ. ജോസ് ഒരു ഹാൻഡ് ബാഗ് ഉയർത്തിപ്പിടിച്ച് ഫുട്പാത്തിലൂടെ നിറഞ്ഞൊഴുകുന്ന ആൾ തിരക്കിനോട് വിളിച്ചു പറയുകയായിരുന്നു, മാഡം ഇങ്ങോട്ട് നോക്കൂ, കേവലം 15 രൂപയ്ക്ക് ഒരു ഹാൻഡ് ബാഗ്. നല്ല പ്രൗഢിയിൽ വേഷം ധരിച്ചിരുന്ന ആ യുവതി ഞെട്ടിത്തിരിഞ്ഞു. അവൾ തിരക്കിനിടയിലൂടെ നീങ്ങുകയായിരുന്നു. ജോസും ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചുപോയി. ലില്ലി, അവളും സ്തബ്ധയായി നിൽക്കുകയാണ്. അവൾ നന്നേ ക്ഷീണിച്ചിരിക്കുന്നു. ഗർഭിണിയാണവൾ. വയർ, നീല ഞരമ്പുകൾ തെളിഞ്ഞ് മുന്നോട്ടുന്തി നിൽക്കുന്നു.
ജോസ് പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. വെറും 15 രൂപ മാത്രം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഹാൻഡ് ബാഗ് വാങ്ങാൻ വന്ന ഒരുവൻ്റെ നേർക്ക് തിരിഞ്ഞ് അയാൾ പറഞ്ഞു, 3 അറകളുണ്ടിതിന്. ജുവൽസോ പണമോ സൂക്ഷിക്കാൻ ഒരു രഹസ്യ അറ വേറെയുണ്ട്. അയാൾ സിബുകൾ വലിച്ചു തുറന്നു കാണിച്ചു. പെട്ടെന്ന് തിരക്കിൻ്റെ ഒരു തിര തള്ളി വന്നു. അത് ലില്ലിയെ മുന്നോട്ട് തള്ളി നീക്കി. അവൾ കൂടെ കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ചെന്ന് കയറുന്നതും സാരി തുമ്പുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നതും ജോസ് കാണുകയുണ്ടായി. കൺകോണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളി വിരൽത്തുമ്പിലെറ്റിയെറിഞ്ഞിട്ട് അയാൾ യാന്ത്രികമായി പുലമ്പി. 15 രൂപ മാത്രം. കേവലം 15 രൂപ. ജോർജ് കുട്ടി ജോസിനെ കാണാൻ വയൽക്കരയിലെ വീട്ടിൽ വന്നു. കുവൈറ്റിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം ആലോചിക്കാനാണ്. കുവൈറ്റ് അതിൻ്റെ പഴയ ജോലിക്കാരെ തിരിച്ചു വിളിക്കുന്നു. യുദ്ധാനന്തര കുവൈറ്റ് പടുത്തുയർത്താൻ ധാരാളം ജോലിക്കാരെ ആവശ്യമുണ്ട്. മാത്രമല്ല, കുവൈറ്റിൽ നിന്ന് വന്നവർക്ക് തിരിച്ചു പോകാൻ സർക്കാർ സഹായധനം നൽകുന്നുണ്ട്. നീ പോകുന്നുണ്ടോ ജോർജ് കുട്ടി? ജോസഫ് ചേട്ടൻ ചോദിച്ചു. പിന്നെ പോകാതെ. ഇതുവരെ സമ്പാദിച്ചതെല്ലാം വീട്ടുകാർ കൊണ്ടുപോയില്ലേ? ഇനി ഒന്നേന്ന് തുടങ്ങണം. ആൻസമ്മയെയും പിള്ളേരെയും കൊണ്ടുപോകുന്നുണ്ടോ? തൽക്കാലമില്ല. അവിടം തകർന്ന് താറുമാറായിരിക്കുകയല്ലേ. കുടുംബതാമസത്തിന് പറ്റിയ അന്തരീക്ഷമായിരിക്കില്ല. അതൊക്കെ ശരിയായി കഴിഞ്ഞിട്ടേ അവരെ കൊണ്ടുപോകൂ. ജോസിനെ ഏതായാലും ഞങ്ങൾ വിടുന്നില്ല. ഒന്ന് വിട്ടതുകൊണ്ട് മതിയായി. യുദ്ധമുണ്ടായത് അവൻ്റെ കുറ്റമാണോ? ഒരിക്കലുണ്ടായിന്ന് വെച്ച് ഇനി ഉണ്ടാകണമെന്നില്ലല്ലോ. കാശുണ്ടാക്കാൻ ഇനി പോയാലും മതി. കുറേ കാശുണ്ടാക്കിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? എനിക്ക് പോകണം, ജോസ് പറഞ്ഞു. നീ ഇനി പോകണ്ട. അവിടെ പോയിട്ടുള്ള സമ്പാദ്യവും വേണ്ട. ഇവിടെ അവനവൻ്റെ നാട്ടിൽ വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചാലും ഒരു മനസമാധാനമുണ്ടല്ലോ. ജോർജ് കുട്ടിച്ചായൻ്റെ കൂടെ ഞാനും പോകും. ജോസ് ശാഠ്യം പിടിച്ചു. എടാ, നീ പോയാൽ ഇവിടെ ആരാ? എന്നെക്കൊണ്ടിനി വല്ലതിനും കൊള്ളാമോ? ഞാൻ ഇവിടെ നിന്നാലോ? ഒരിടത്തുനിന്ന് പോകാനോ വല്ലതും വാങ്ങിക്കാനോ ഒക്കെ ഒരാൾ വേണ്ടേ? അതിനൊക്കെ വാവച്ചൻ മതി. ജോർജ് കുട്ടി എഴുന്നേറ്റു. നിങ്ങളുടെ തർക്കത്തിൽ ഞാൻ ഏതായാലും കക്ഷി ചേരുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. ജോർജ് കുട്ടി മടങ്ങിപ്പോയി. പിന്നീട് ദിവസങ്ങളോളം തുടർന്നു പോയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജോസഫ് ചേട്ടനും പെണ്ണമ്മച്ചേട്ടത്തിയും ജോസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുവൈറ്റിലേക്ക് പോകാൻ അനുവാദം നൽകി. ട്രെയിൻ വരാൻ ഇനി ഏതാനും മിനിറ്റുകളേയുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ പതിവിലും തിരക്ക് കുറവായിരുന്നു. വടക്കോട്ടുള്ള തീവണ്ടി ഉടൻ എത്തിച്ചേരുന്നതാണെന്ന് ഉച്ചഭാഷിണിയിലൂടെ അറിയിപ്പ്. യാത്രക്കാരും യാത്ര അയക്കാനെത്തിയവരും ജാഗരൂകരായി. തിടുക്കപ്പെട്ടുള്ള യാത്ര പറച്ചിൽ. ജോസഫ് ചേട്ടനെ ഉപദേശിക്കുകയായിരുന്നു. ചാച്ചൻ ഒരു പണിക്കും ഇറങ്ങരുത്. മരുന്ന് കൃത്യമായിട്ട് കഴിച്ചോളണം. വിശ്രമിക്കണം. പിന്നെ പെണ്ണമ്മച്ചേടത്തിയോട് അയാൾ പറഞ്ഞു, അമ്മേ, ചാച്ചനെ നല്ല പോലെ നോക്കിക്കൊള്ളണേ. ഒരു പണിയും ചെയ്യാൻ സമ്മതിച്ചേക്കല്ലേ. വാവച്ചനോട് യാത്ര പറയുമ്പോൾ അയാൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. നീ ഇനി കുട്ടിക്കളിയൊക്കെ കളഞ്ഞ് ഉത്തരവാദിത്വത്തോടെ വീട്ടുകാര്യങ്ങൾ നോക്കണം. ചാച്ചന് വയ്യെന്ന് നിനക്കറിയാമല്ലോ. ബെറ്റിയോട് നീ വെറുതെ വഴക്കിനൊന്നും പോകരുത്. ജോസിനെ യാത്രയയക്കാൻ മേരിയും ഭർത്താവും വന്നിട്ടുണ്ട്. അവരോടും അയാൾ യാത്രാമൊഴി ചൊല്ലി. ആൻസമ്മയും കുട്ടികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ക്യാപ്റ്റൻ. എവിടെ നിന്നോ കുഞ്ഞുമോളും ബെന്നിച്ചൻ്റെ അമ്മയും ഓടിക്കതച്ചെത്തി. എൻ്റെ ജോസൂട്ടി, നീ കുവൈറ്റ് ചെന്നാലുടനെ ഞങ്ങളുടെ ബെന്നിച്ചൻ്റെ കാര്യം ഒന്നറിയിക്കണേ. അവൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അവനെ കണ്ടാൽ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാൻ പറ. എനിക്കവനെ ഒന്ന് കാണണം. എന്നിട്ടവൻ തിരിച്ചു പോയിക്കോട്ടെ. ജോസ് സമ്മതിച്ച് തലകുലുക്കി. എൻ്റെ മോൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. കുഞ്ഞുമോൾ ജോസിൻ്റെ അരികിൽ വന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബെന്നിച്ചൻ്റെ കാര്യമോർത്തിട്ട് എനിക്ക്. അവളുടെ മുഖത്ത് സങ്കടം വിതുമ്പി. എനിക്കറിയാം കുഞ്ഞുമോളെ. ഒരാപത്തും സംഭവിച്ചു കാണുകയല്ലെന്ന എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് പോകാൻ പറയണേ. കുഞ്ഞുമോൾ കവറിനുള്ളിലാക്കി ഒട്ടിച്ച ഒരു കത്തും ജോസിനെ ഏൽപ്പിച്ചു. ബെന്നിച്ചിന് കൊടുക്കാനുള്ളതാണ്. ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇരുമ്പു ചക്രങ്ങൾ പാളങ്ങളിലുരസി അത് കിതച്ചുകൊണ്ട് നിന്നു. ജോസും ജോർജ് കുട്ടിയും ട്രെയിനിൽ കയറി. ജോസ് ജനാലയ്ക്കൽ വന്നു നിന്ന് എല്ലാവരെയും വിളിച്ച് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. കത്തയക്കണേടാ മോനെ. ഞങ്ങളിവിടെ ഒരു മനസ്സമാധാനമില്ലാതെയാ കഴിയുന്നത്. അവിടം താമസത്തിന് കൊള്ളുകയല്ലെങ്കിൽ ഉടനെ തിരിച്ചു പോന്നേക്കണം. പെണ്ണമ്മച്ചേടത്തി പറഞ്ഞു. ജനാലയ്ക്കരികിലിരുന്ന ജോസ് തൻ്റെ കുടുംബാംഗങ്ങളെ നോക്കി. സെലിൻ മാത്രമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ യാത്രയയക്കാൻ അവളും വന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷ തിളങ്ങിയിരുന്നു. ആശകളുടെയും വേദനകളുടെയും ലോകത്തുനിന്ന് അവൾ യാത്ര പറഞ്ഞു പോയില്ലേ. കഴിഞ്ഞ വർഷം താൻ കുവൈറ്റിലേക്ക് യാത്രയായപ്പോൾ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറയാൻ
സെലിനും ബെറ്റിയും കൊച്ചുറാണിയുമൊക്കെ മത്സരിക്കുകയായിരുന്നു. ഇന്ന് ഒരു ഹെയർപിൻ പോലും വാങ്ങിക്കൊണ്ടുവരണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. ആശങ്കയും വേദനയുമാണ് എല്ലാ മുഖങ്ങളിലും. ട്രെയിൻ നീങ്ങിത്തുടങ്ങി. കൊച്ചുറാണിയും ബെറ്റിയും വാവച്ചനും കൈ ഉയർത്തി വീശി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവർ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ ജോസ് ജനലിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും ഒരു യാത്ര. ജോസ് ഓർത്തു. കുവൈറ്റിലേക്ക്, യുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോയ മൃതനഗരത്തിലേക്ക്, സ്വപ്നങ്ങളുടെ വെണ്ണീർ കുന്നിലേക്ക്. മനസ്സും ഒരു ചാമ്പൽ കൂമ്പാരമായി തീർന്നിരിക്കുന്നു. മോഹങ്ങൾ എരിഞ്ഞടങ്ങിയ ചിത. നഷ്ടപ്പെട്ടതെല്ലാം എന്നെങ്കിലും വീണ്ടെടുക്കാനാവുമോ? സെലിനെ തിരിച്ചു കിട്ടുമോ? ലില്ലിയെ? കഴിഞ്ഞ വർഷം എന്തുമാത്രം പ്രതീക്ഷയോടും ആഹ്ലാദത്തോടും കൂടിയായിരുന്നു കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചത്. ലില്ലിയെ കാണാൻ, മിണ്ടാൻ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ. ഇന്ന് വേദന വിതുമ്പുന്ന കുറേ ഓർമ്മകൾ മാത്രം. ജോസ് എല്ലാം ഒരിക്കൽ കൂടി ഓർത്തു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തുവാലയെടുത്ത് അയാൾ കണ്ണുകളൊപ്പി. അയാൾ വിചാരിച്ചു, മനസ്സിലെ ചാമ്പൽ കൂനയിൽ നിന്ന് ഇനിയും മോഹപ്പക്ഷികൾ പറന്നുയർന്നുകൂടായികയില്ല. പ്രതീക്ഷയുടെ പൂക്കൾ ഇതൾ വിരിഞ്ഞ് സൗരഭ്യം ചൊരിഞ്ഞുകൂടായികയില്ല. കാലത്തിൻ്റെ മടിത്തട്ടിൽ ജീവിതമിനിയും ആകാശം പോലെ അതിരുകളില്ലാതെ പുതിയ നക്ഷത്രങ്ങൾ ഉണരുന്നതും കാത്ത് അതിവിശാലമായി വ്യാപിച്ചു കിടക്കുന്നു. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.